കർത്താവായ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ എല്ലാവർക്കും സ്നേഹവന്ദനത്തെ അറിയിക്കുന്നു. നമ്മൾ റോമാലേഖനം 13, 14 അധ്യായങ്ങളാണ് ഇത് നമ്മൾ സംസാരിക്കാൻ പോകുന്നത്. റോമാലേഖനം 13, 14 അധ്യായങ്ങൾ. 13-ാം അധ്യായത്തിന്റെ ആദ്യ ഭാഗം 1 മുതൽ 7 വരെയുള്ള ഭാഗങ്ങൾ ഒരു വിശ്വാസി സീസറിനുള്ളത് എങ്ങനെ സീസറിന് കൊടുക്കണം എന്നുള്ളതിന്റെ എക്സ്പ്ലനേഷൻ ആണ്. അതായത് കർത്താവിന്റെ ദാസൻ, കർത്താവിന്റെ മക്കൾ ആത്മാവിൽ ആരാധിക്കുന്നു, ശരീരത്തെ യാഗമായി സമർപ്പിച്ചു, നീതിയുടെ അടിമകളായി മാറിയത്. ഇവിടെ പറയുന്നത് അവരെങ്ങനെ ഒരു സമൂഹത്തിൽ ജീവിക്കണം എന്നുള്ളത്. സീസറിനുള്ളത് എല്ലാം എങ്ങനെ സീസറിന് കൊടുക്കാം, അതാണ് ഇവിടുത്തെ പ്രധാനപ്പെട്ട വിഷയം. Let every person be subject to the governing authorities, for there is no authority except from God, and those that exist have been instituted by God. ലോകത്തിന്റെ ഏത് രാജ്യത്തും അധികാരത്തിലിരിക്കുന്ന ആളുകൾ ബഹുമാനിക്കേണ്ടതിന്റെ കാരണം എല്ലാ അധികാരങ്ങളും ദൈവമാണ് സ്ഥാപിക്കുന്നത്, ഇൻസ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നത്. ദൈവമാണ് അവയെ നമുക്ക് മുകളിലാക്കി വെച്ചത്. അതുകൊണ്ട് എല്ലാ അതോറിറ്റീസിനെയും നമ്മൾ ബഹുമാനിക്കണം എന്ന് ഈ വേദഭാഗം നമ്മളെ പഠിപ്പിക്കും. നമുക്ക് പലപ്പോഴും ചില ആൾക്കാർ ഭരിച്ചാൽ നന്നായിരിക്കും, ചിലർ ഭരിച്ചാൽ അത് മോശമായി പോകും എന്നൊക്കെ ചിന്തയുണ്ട്. പക്ഷെ ദൈവമാണ് ആര് ഭരിക്കണമെന്ന് തീരുമാനിക്കുന്നത്. ഇനി മോശമാകണോ നല്ലതാകണോ എന്ന് തീരുമാനിക്കുന്നതും ദൈവമാണ്. അപ്പോൾ ദൈവത്തിന്റെ തീരുമാനം എന്തായാലും നമ്മുടെ മുകളിൽ കർത്തൃത്വം നടത്തുവാൻ ദൈവം ഏൽപ്പിച്ചിരിക്കുന്ന ആളുകൾക്ക് സബ്മിറ്റഡ് ആകുന്നത് ശരിക്കും ദൈവത്തെ ആരാധിക്കുന്നതിന് തുല്യമാണ്. ദൈവത്തെ നമ്മൾ എങ്ങനെ ശരീരം കൊണ്ട് മഹത്വപ്പെടുത്തും? നമ്മുടെ വികാരങ്ങൾക്ക് അതീതമായി, നമ്മുടെ തോന്നലുകൾക്ക് അതീതമായി, നമ്മുടെ ഇവാലുവേഷൻസ് എന്തൊക്കെ ആയിരുന്നാലും അതിന്റെ മുകളിൽ ദൈവത്തിന്റെ സോവറിനിറ്റി, ദൈവത്തിന്റെ പരമാധികാരം, രാജാക്കന്മാരെ വാഴിക്കാനും നമ്മുടെ മുകളിൽ ആക്കി വെക്കാനുമുള്ള ദൈവത്തിന്റെ പരമാധികാരത്തെ ഞാൻ വന്ദിക്കുകയാണ്. By obeying the Lord, I am obeying the authorities. By being submitted to the authorities, we are, in other words, respecting and honoring our Father in heaven. നമ്മുടെ സ്വർഗത്തിലെ പിതാവ് ഈ സകല രാജാക്കന്മാരുടെ മുകളിലാണെന്നും അവനാണ് ഇതെല്ലാം അനുവദിക്കുന്നതെന്നും അത് അവന്റെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള പദ്ധതിയുടെ ഭാഗമാണെന്നും നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുന്ന നല്ലതായാലും ചീത്തയായാലും അതെല്ലാം ദൈവത്തിന്റെ പദ്ധതികളാണെന്നുള്ള വിശ്വാസമാണ് നമ്മളിവിടെ കാണുന്നത്. അതുകൊണ്ട് തന്നെ ഒരു ഡെമോക്രാറ്റിക് പ്രോസസ് കേരളത്തിലെ പോലെ അല്ലെ ഇന്ത്യയിലെ പോലെ ഒരു ഡെമോക്രാറ്റിക് രാജ്യത്തിലാണ് നമുക്ക് ചോയ്സസ് എക്സസൈസ് ചെയ്യുന്നതുകൊണ്ട് കുഴപ്പമുണ്ടെന്ന് വിചാരിക്കുന്നില്ലെങ്കിലും എല്ലാവരുടെയും ചോയ്സ് നമ്മുടേതാകണമെന്ന് നിർബന്ധമില്ല. അതുകൊണ്ട് ആര് വന്നാലും അത് ദൈവത്തിന്റെ ഹിതമാണ്. നമുക്ക് ഇന്നാര് വരാൻ വേണ്ടി പ്രാർത്ഥിക്കാം, ഒന്നും കാര്യമില്ല. ബിക്കോസ് these things God has to decide in his own sovereignty. He is wise enough. അവൻ അതിനുള്ള ജ്ഞാനമുണ്ട്. നമ്മുടെ ആഗ്രഹം പറയരുതെന്നൊന്നുമല്ല ഞാൻ പറയുന്നത്, പക്ഷെ ആര് വന്നാലും അത് ദൈവത്തിന്റെ പരമാധികാരത്തിന് കീഴിലാണ്. അതുകൊണ്ട് തന്നെ ഞാൻ വിശ്വസിക്കുന്നത് we cannot have a loyalty to any political party. നമുക്കൊരു പക്ഷേ കുറച്ച് കൂടുതൽ ഇഷ്ടം ആരുടെങ്കിലും തോന്നാം, അത് സ്വാഭാവികമാണ്, ദാറ്റ്സ് ഫ്രം ദ സോൾ. പക്ഷെ we cannot have a loyalty to any ideology. ഇപ്പൊ കേരളത്തിലാണെങ്കിലും ഇതിൽ ഒരു പാർട്ടിയോടും നമുക്ക് ആ ബൈബിള് കയ്യിലുള്ളവർക്ക് യോജിക്കാൻ പറ്റില്ല. We cannot be loyal to any party. അതിന് പ്രധാനപ്പെട്ട കാരണം എന്ന് പറയുന്നത് നമുക്കറിയാം, ഒരു പാർട്ടി ഒരു പ്രത്യേക മതവിഭാഗങ്ങളെ സ്വാധീനിക്കുന്നവരായിരിക്കും, അവരുടെ അടുത്ത് നമുക്ക് ചെല്ലാൻ പ്രയാസമാണ്. അതുപോലെ വേറെ ചില പാർട്ടികൾ ഒരു മതവും ഇല്ല എന്ന് പറയുന്നവരാണ്. അവരുടെ ഐഡിയോളജി നമുക്ക് വേണം വോട്ട് ചെയ്യാൻ, മാറിയും തിരിഞ്ഞും ഒക്കെ, അത് വേറെ കാര്യം. പക്ഷെ അവരുടെ ഒരു ലോയൽറ്റി ഉണ്ടാക്കാൻ പറ്റില്ല. കാരണം അവരുടെ കോർ ഐഡിയോളജി ദൈവത്തിനെതിരായിരിക്കും, കർത്താവിനെതിരെ. പല രാഷ്ട്രീയക്കാരും നമുക്ക് അനുകൂലമായിട്ടൊക്കെ തോന്നും, പക്ഷെ ദൈവരാജ്യത്തിന്റെ തത്വമായിട്ട് വെച്ച് നോക്കുമ്പോൾ ഇവരുടെ എല്ലാം കോർ ഐഡിയോളജി ദൈവത്തിന് വിരോധമാണ്. എന്നാൽ ഒരു പാർട്ടി എല്ലാ മതങ്ങളും ഒരുപോലെ കാണുന്നു പറയുന്നു, അവർ വിശ്വസിക്കുന്ന സർവ്വധർമ്മ എന്ന് പറഞ്ഞാൽ എല്ലാ മതങ്ങളും ഒരുപോലെയാണ്. അത് നമുക്ക് ഐഡിയോളജിക്കലി യോജിക്കാൻ പറ്റില്ല. അപ്പോ കേരളത്തിൽ, ഇന്ത്യയിൽ ഡെമോക്രസി ഉള്ള ഒരു രാജ്യമാണ്. മറ്റു രാജ്യങ്ങളിൽ അതിനുള്ള ചോയ്സ് എല്ലായിടത്തും ഉണ്ടാവില്ല. ഗോഡ് അപ്പോയിന്റ്സ് kings and rulers, and that's his
ഹിസ് പ്രിറോഗേറ്റീവ്. നമ്മൾ അതിനകത്ത് ഒരു റോളും എടുക്കേണ്ട കാര്യമില്ല. എന്ത് സംഭവിച്ചാലും ദാറ്റ്സ് നോട്ട് അവർ കം. നമുക്ക് പ്രിഫറൻസസ് ഉണ്ടാകാം, ബട്ട് നമ്മുടെ പ്രിഫറൻസ് പോലെ നടക്കണം. നമുക്ക് വോട്ട് ചെയ്യാൻ പറ്റും, പക്ഷെ നമ്മുടെ ഇഷ്ടത്തിന് ആൾ വരണമെന്ന് നമുക്ക് നിർബന്ധിക്കാനൊന്നും സാധിക്കില്ല. ക്യാൻ എക്സസൈസ് ഓർ ചോയ്സ്, വി നീഡ് ടു എക്സസൈസ് ഓർ ചോയ്സ് ആസ് സിറ്റിസൺസ്. പക്ഷെ അത് നമുക്ക് ഒരിക്കലും ഒരു അഫിലിയേഷൻ ഒരു പാർട്ടിയോടും ഒരു വിശ്വാസിക്ക് ഉണ്ടാകാൻ കഴിയില്ല എന്ന് ഞാൻ വിശ്വസിക്കുന്നു. യു കനോട്ട് ബി എ പാർട്ടി വർക്കർ ആൻഡ് എ ബിലീവർ അറ്റ് ദ സെയിം ടൈം. കാരണം ക്രിസ്തു മാത്രം എന്ന് വിശ്വസിച്ച് പഠിപ്പിക്കാൻ ഒരിക്കലും ഒരു പാർട്ടിയിൽ നിന്നുകൊണ്ട് കഴിയില്ല. So they need to accommodate every person and they should have an ideology that suits that purpose. Okay. അപ്പോൾ ഏത് അധികാരി വന്നാലും we are not there to blame the authorities. We cannot. We need to be submitted to them. അവരെന്ത് പറഞ്ഞാലും അതിനെതിരെ പ്രക്ഷോഭം നടത്താൻ നമുക്ക് അധികാരമില്ല. നമ്മൾ അവർക്ക് കീഴടങ്ങി സബ്മിറ്റഡ് ആയിട്ടിരിക്കണമെന്ന് ദൈവത്തിന്റെ വചനം നമ്മളെ പഠിപ്പിക്കുന്നു. പല ആൾക്കാരും ഇത് സഭയിലെ അധികാരങ്ങൾ എന്നൊക്കെ പറഞ്ഞ് വ്യാഖ്യാനിക്കാറുണ്ട്. പക്ഷെ അവിടെ കാണുന്ന തീർച്ചയായിട്ടും സഭയിലെ അധികാരങ്ങളല്ല. ഈ വാക്യങ്ങളിൽ പറയുന്നത് സെക്കുലർ അധികാരങ്ങളെ കുറിച്ചാണ്. അവർക്കൊരു തീരുമാനം എടുക്കാനുള്ള അധികാരമുണ്ട്, അത് നമ്മൾ ബഹുമാനിച്ചേ പറ്റൂ. ആ വാക്യം നമ്മൾ തുടർന്ന് വായിക്കാൻ മനസ്സിലാകുന്നത് ഇറ്റ്സ് നോട്ട് സ്പീക്കിംഗ് അബൌട്ട് അതോറിറ്റീസ് ഇൻസൈഡ് ദ ചർച്ച്, ഇറ്റ്സ് സ്പീക്കിംഗ് അബൌട്ട് പൊളിറ്റിക്കൽ സിസ്റ്റം. ഓർ അന്നത്തെ കാലത്ത് മൊണാർക്കിയാണ്, ഒരു രാജാവാണ് ഭരിക്കുന്നത്. ആ രാജാവിന് വിധേയത്വം കാണിക്കണം. വിധേയത്വം എന്ന് പറഞ്ഞ സബ്മിഷൻ. ബട്ട് ഹി സേസ് യു നീഡ് ടു ഒബേ. നിങ്ങൾക്ക് അതിന് ഒരു റിബല്യൻ, ഒരു സ്വതന്ത്ര രാജ്യം ഉണ്ടാക്കാനൊന്നും നടക്കാൻ പറ്റത്തില്ല. യു കനോട്ട് ഫൈറ്റ് യുവർ ഓൺ കിങ്ഡംസ്. ഓക്കെ, കാരണം ദൈവം അത് ഓതറൈസ് ചെയ്യുന്നില്ല. അവന്റെ തീരുമാനങ്ങൾ അങ്ങനെയുള്ളതല്ല. ഓക്കെ, അപ്പൊ സബ്മിഷൻ എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണെന്ന് ഈ വാക്യങ്ങളിലൂടെ നമുക്ക് മനസ്സിലാക്കാം. അപ്പൊ ഇവിടെ അടുത്ത വാക്യം എഴുതിയിരിക്കുന്ന therefore whoever resists the authorities resists what God has appointed and those who resist will incur judgment. അതായത് ഗവൺമെന്റിനെ എതിർത്ത് യുദ്ധം ചെയ്യുന്നവർക്ക് രണ്ട് തരത്തിലുള്ള ജഡ്ജ്മെന്റ് ഉണ്ടാവും. ഒന്ന് ഗവൺമെന്റിന്റെ ജഡ്ജ്മെന്റ് ഉണ്ടാവും, മറ്റൊന്ന് ദൈവം അവരെ ജഡ്ജ് ചെയ്യും. കാരണം ഇത് സ്ഥാപിക്കപ്പെട്ടിരിക്കുന്നത് ദൈവത്താലാണ്. പ്രത്യേകിച്ച് കർത്താവിന്റെ വെളിപ്പാട് നമുക്ക് ലഭിച്ചു കഴിയുമ്പോൾ മനസ്സിലാകുന്നത് ഐഹികമായ രാജ്യത്ത് നമുക്ക് ഇൻവെസ്റ്റ്മെന്റ്സ് ഒന്നുമില്ല. ദിസ് ഇസ് എ പാസിംഗ് ഫേസ് വെയർ വി ഡോണ്ട് ഹാവ് എനി ഇൻവെസ്റ്റ്മെന്റ്. ഒരു ഗവൺമെന്റ് എങ്ങനെ ഫങ്ഷൻ ചെയ്യുന്നു എന്നുള്ളതൊന്നും നമുക്കൊരു പ്രധാനപ്പെട്ട പ്രശ്നമല്ല. നമുക്കെല്ലാം നമ്മുടെ അഭിപ്രായങ്ങൾ ഉണ്ടാകാം, തീർച്ചയായിട്ടും വി നീഡ് ടു ഹാവ്, ബട്ട് വി കനോട്ട് ഹാവ് അലീജിയൻസ് ഓർ ലോയൽറ്റി ടു എനി പർട്ടിക്കുലർ. ഓക്കെ, ഒരു വിശ്വാസിക്ക് ഒരു രാഷ്ട്രീയ പ്രവർത്തകനാകാൻ കഴിയില്ല എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഓക്കെ, അങ്ങനെ കഴിയുമെന്ന് നിങ്ങൾ വിശ്വസിച്ചാൽ എനിക്കത് വിരോധമൊന്നുമില്ല. ബട്ട് ഐ ബിലീവ് ഇറ്റ്സ് നോട്ട് പോസിബിൾ ഫോർ എ ബിലീവർ ടു സൈഡ് വിത്ത് വൺ പൊളിറ്റിക്കൽ പാർട്ടി. ഓക്കെ, അപ്പൊ ദൈവം നിയമിച്ച അധികാരങ്ങളെ നിങ്ങൾ എതിർക്കരുത്. അപ്പൊ സഭയിലും ദൈവം നിയമിച്ച അധികാരങ്ങൾ എതിർക്കാമോ? സഭയില് ദൈവം നിയമിച്ചത് അധികാരങ്ങളെയല്ല, ശുശ്രൂഷകളെയാണ്. ശുശ്രൂഷകളെ നിങ്ങൾ എതിർക്കേണ്ട കാര്യമില്ല. ശുശ്രൂഷകളെ നിങ്ങൾ വിവേചിക്കണം. ബൈ വിച്ച് സ്പിരിറ്റ്. ആൾക്കാരെ അളക്കാനും തൂക്കാനും നമ്മളൊന്നുമല്ല. പാപം ആഴമാണ്, ഇടർച്ച ഉണ്ടാക്കുന്നതാണ്, അസ്വസ്ഥത ഉണ്ടാക്കുന്നതാണെങ്കിൽ വി നീഡ് ടു ത്രോ ദാറ്റ് ബ്രദർ ഔട്ട്, അറ്റ്ലീസ്റ്റ് ടെമ്പററി. മാനസാന്തരപ്പെടുന്നവരെങ്കിലും അവരെ മാറ്റി നിർത്തുകയും ഡിസിപ്ലിൻ ഒക്കെ ചെയ്യണം. പക്ഷെ നമ്മൾ വിശ്വാസികളെ സംബന്ധിച്ച് പൗലോസ് ആവശ്യപ്പെടുന്നത് ഡിസൈൻ എവരി സ്പിരിറ്റ് ബട്ട് ഡോണ്ട് കണ്ടം ഓർ ജഡ്ജ്. ഓക്കെ, അപ്പൊ ഇവിടെ പറയുന്നത് ആരാണോ ദൈവം സ്ഥാപിച്ചിരിക്കുന്ന അധികാര സെന്ററുകൾക്കെതിരെ യുദ്ധം ചെയ്യുന്നത്, അവർ അധികാര സെന്ററുകളുടെ ശിക്ഷ മാത്രമല്ല, ദൈവം അപ്പോയിന്റ് ചെയ്തവരെ എതിർക്കുന്നു എന്നുള്ള ശിക്ഷ കൂടെ സ്വീകരിക്കേണ്ടതായിട്ട് വരും. അതുകൊണ്ട് അമിത ആവേശം കൊണ്ട് നമ്മൾ പാർട്ടികളിൽ ചാടി കഴിഞ്ഞാലുള്ള പ്രോബ്ലം, we may have to support one group over another. ഓക്കെ, രണ്ട് കാര്യങ്ങളാണ് അവിടെ ഉള്ളത്. For rulers are not a terror to good conduct but to bad. നമ്മൾ എപ്പോഴും പോലീസുകാരെ കാണുമ്പോൾ, ചെറുപ്പകാലത്തൊക്കെ അപ്പനമ്മ പറഞ്ഞു പേടിപ്പിച്ചിട്ടുണ്ട്. പോലീസുകാരെ കാണുമ്പോൾ സൂക്ഷിച്ചാൽ പേടിപ്പിക്കും. പോലീസുകാരും വരുന്നത് അപ്പുറത്ത് വീട്ടിൽ പോലീസുകാരും വന്ന് പിടിച്ചോണ്ട് പോകും എന്നൊക്കെ പറഞ്ഞ് പേടിപ്പിക്കുക. പിള്ളേർക്ക് കാക്കി കളർ കാണുമ്പോൾ ഭയങ്കര പേടി. ഇപ്പം എല്ലാവർക്കും പേടി. റോഡിലിറങ്ങുമ്പോൾ ഹെൽമെറ്റ് ആയിരുന്നു പണ്ടത്തെ പ്രശ്നം, ഇപ്പൊ മാസ്ക് ആണ് പ്രശ്നം. അപ്പൊ ശരിക്കും എല്ലാ രേഖകളും ഡോക്യുമെന്റ്സ് ഇതൊക്കെ ആയിട്ട് യാത്ര ചെയ്യാൻ പോലീസുകാരെ കണ്ടു കഴിയുമ്പോൾ നമുക്ക് പേടി, ഇനി എന്തെങ്കിലും ഒരു കണ്ടുപിടിക്കുമോ. അപ്പൊ ഇവിടെ പറയാണ് ഈ
ലൈസൻസ് ഇല്ലാതെ വണ്ടിയിൽ കയറി പോകുന്ന ഒരാൾക്കാണോ പോലീസുകാരെ കാണുമ്പോൾ പേടി? അതെല്ലാം പേപ്പറുകൾ ശരിയായിട്ടിരിക്കുന്ന ഒരാൾക്കായിരിക്കും കൂടുതൽ പേടി? ലൈസൻസ് ഇല്ലാതെ പോകുന്ന ആൾ ഉറപ്പായിട്ടും പേടിക്കേണ്ടി വരും. അതാ പൗലോസ് ഇവിടെ പറയുന്നത്, ടെറർ ആണ് അവര്. പക്ഷെ ടെറർ ആർക്കുള്ളതല്ല, നീതിമാന്മാർക്ക് നേരെ അല്ല ആ ടെറർ. ആരാണോ നിയന്ത്രിക്കപ്പെടേണ്ടത് അവർക്കെതിരെയാണ് ആ ടെറർ. ടെറർ എന്ന് പറഞ്ഞാൽ ഭീഷണി. അവർ ഭീഷണിയാകുന്നവരെങ്കിൽ ഭയം ജനിപ്പിക്കുന്നത്. അവർ ഭയം ജനിപ്പിക്കുന്നത് നീതിമാന്മാരുടെ മേലല്ല, നീതി കെട്ടവരുടെ മേലിലാണ്. അത് ആവശ്യമാണ്. അവരുടെ മൊറാലിറ്റി, അതായത് ദൈവരാജ്യവുമായിട്ട് ബന്ധമുള്ള ഒരു മൊറാലിറ്റി അല്ല അത്. ദൈവത്തിന്റെ മൊറാലിറ്റി സൂക്ഷിക്കാനല്ല രാഷ്ട്രത്തെ നിയമിച്ചിരിക്കുന്നത്. അതുകൊണ്ട് ബൈബിൾ വെച്ച് അവർ തെറ്റാന്നവരോട് പറഞ്ഞിട്ട് കാര്യമില്ല. അവർ നിയന്ത്രിക്കുന്ന നീതി വേറൊരു നീതിയാണ്. ആ രാഷ്ട്രത്തിന്റെ ഐഹികമായ നിലനിൽപ്പാണ് അവരുടെ അജണ്ട. നമുക്ക് ഒരു രാഷ്ട്രത്തിന്റെയും ഐഹികമായ നിലനിൽപ്പ് ഒരു അജണ്ടയല്ല, പക്ഷെ അത് നമുക്ക് നമ്മുടെ രാജ്യത്തോടുള്ള സ്നേഹമാണ്. നമ്മൾ പ്രവർത്തിക്കുന്ന ആ ഒരു ഫോക്കസ് വെച്ചുകൊണ്ടല്ല. കാരണം ക്രിസ്തീയ വിശ്വാസം എന്ന് പറയുന്ന ലോകത്തിലെ എല്ലാ പാപികളും കർത്താവിനെ തേടണം എന്നുള്ളത് മാത്രം. ബട്ട് വി ഹാവ് അവർ കൺട്രി, അവർ ഇന്ത്യ, വി റെസ്പെക്ട് ഇറ്റ്, ലവ് ദാറ്റ് നേഷൻ. ആ രാജ്യത്തിന് വേണ്ടി അധ്വാനിക്കാൻ നമ്മൾ തയ്യാറാണ്. ഓക്കെ. പക്ഷെ ഓവർ നാഷണലിസം അത് പലപ്പോഴും മനുഷ്യത്വത്തിനെതിരായിട്ടാണ് വരുന്നത്. ഓക്കെ. അപ്പൊ ടെറർ ആയി ഭരണാധികാരികൾ ആർക്കാ വരുന്നത്? ടെററായിട്ട്, അതായത് ഭയം ജനിപ്പിക്കുന്ന രീതിയിൽ വരുന്നത് നിയമലംഘികൾക്കാണ്. നിയമലംഘികൾ മാത്രം പോലീസിനെ കണ്ട് പിടിച്ചാണ്. ടാക്സ് അടയ്ക്കാത്തവർ മാത്രം ഇൻകം ടാക്സ് കേൾക്കുമ്പോൾ പിടിച്ചാണ്. നമ്മുടെ ഷീറ്റ് എവിടെ ക്ലീൻ അല്ല അവിടെ മാത്രം നമ്മൾ അതോറിറ്റീസിനെ ഭയപ്പെട്ടാൽ മതി, അല്ലാത്തിടത്ത് ഭയപ്പെടേണ്ട കാര്യമില്ല. ഓക്കെ. അതുകൊണ്ട് അധികാരികൾക്ക് നമ്മൾ എതിരാകരുത്. അവര് ഈ സമൂഹത്തെ രക്ഷപ്പെടുത്താൻ ശ്രമിക്കുന്ന ആളുകളാണ്. They are needed there. Okay. അപ്പൊ നിങ്ങൾക്ക് ഈ അധികാരികളുടെ ടെററിന് കീഴിൽ വരേണ്ടെന്ന് ആഗ്രഹമുണ്ടോ? നിങ്ങൾ നന്മ ചെയ്യുക. തിന്മ ചെയ്താൽ ആരും നിങ്ങളെ ഉപദ്രവിക്കുകയില്ല. ഓക്കെ. പക്ഷെ നിങ്ങൾ തെറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഭയപ്പെടണം. അപ്പൊ എവിടെയെങ്കിലും നമ്മൾ എപ്പോഴും എക്സാമിൻ ചെയ്യേണ്ട ഒരു കാര്യമാണ്, സീസറിനുള്ളത് നമ്മൾ കൈപ്പിടിയിൽ ഒതുക്കിയിട്ടുണ്ടോ, അത് കൊടുത്തിട്ടുണ്ടോ? സീസറിനുള്ളത് സീസറിന് കൊടുത്തേ പറ്റൂ. ടാക്സ് അടച്ചേ പറ്റൂ. രാജ്യത്തിന്റെ നിയമങ്ങളെല്ലാം അനുസരിച്ചേ പറ്റൂ. അതിൽ നിങ്ങൾ സബ്മിഷൻ പുലർത്തുന്നില്ലെങ്കിൽ, സബ്മിറ്റ് ചെയ്യുന്നില്ല, കീഴടങ്ങുന്നില്ല എങ്കിൽ നിങ്ങൾക്ക് ഈ ദൈവകൃപയിൽ ആ ദൈവത്തിനെതിരെയുള്ള നിന്ദയായിട്ടാണ് പൗലോസിന്റെ ലേഖനത്തിൽ പറഞ്ഞത്. കാരണം എവറി അപ്പോയിന്റ്മെന്റ് ഈസ് മെയ്ഡ് ബൈ ഗോഡ് ഇൻ ഹിസ് ഇൻഫിനിറ്റ് വിസ്ഡം. ഇപ്പൊ കൊറോണ തന്നെ ആലോചിച്ചു, ദൈവത്തിന്റെ പെർഫെക്റ്റ് പ്ലാൻ ആയിട്ട് വേണം ഒരു സൈക്കിൾ നോക്കാം. ഒത്തിരി ആൾക്കാർ കർത്താവിന്റെ അടുത്തേക്ക് പോയി, ചിലർ നരകത്തിലേക്ക് പോയി, അങ്ങനെയൊക്കെ നഷ്ടങ്ങളൊക്കെ സംഭവിച്ചു. കർത്താവിന്റെ അടുത്തേക്ക് പോയതല്ല, നരകത്തിലേക്ക് പോയതാണ് ഞാൻ നഷ്ടമെന്ന് സൂചിപ്പിച്ചത്. പക്ഷെ അതിലൂടെ ദൈവം എത്രമാത്രം നന്മ ഉണ്ടാക്കിയിട്ടുണ്ടാവും, എത്ര ഹൃദയങ്ങളെ കർത്താവ് വിശദീകരിച്ചിട്ടുണ്ടാവും, കഷ്ടതയുടെ നടുവിലൂടെ കടത്തിവിട്ട് എത്ര ആൾക്കാരെ കർത്താവിന്റെ ജീവിത രീതികൾ പഠിപ്പിച്ചിട്ടുണ്ടാവും, ആശയങ്ങൾ അവരുടെ ഹൃദയത്തിൽ എത്തിച്ചിട്ടുണ്ടാവും. ദൈവം എല്ലാം നന്മയ്ക്കായി കൂടി വ്യാപരിപ്പിക്കുന്ന ദൈവം. ഓക്കെ. അപ്പം നിങ്ങൾ തിന്മ ചെയ്യുവാണെങ്കിൽ, ഇവിടെ ഉദ്ദേശിക്കുന്ന തിന്മ രാജ്യദ്രോഹ പ്രവർത്തനങ്ങളാണ് കേട്ടോ. തിന്മ ചെയ്യുവാണെങ്കിൽ ഒരു വാള് നിങ്ങളുടെ രാജാവിന്റെ ഉറയിൽ നിങ്ങളെ കാത്തു കിടക്കുന്നു എന്ന് മനസ്സിലാക്കിക്കൊള്ളുക എന്നുള്ളത്. ഇപ്പൊ ഗവൺമെന്റ് നിങ്ങളെ പിടിച്ചോണ്ട് പോയിട്ട് അയ്യോ ദൈവമേ എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. യു നീഡ് ടു ബി വാച്ച്ഫുൾ, ബിക്കോസ് വെൻ യു ആർ റിബെല്ലിംഗ് അഗൈൻസ്റ്റ് എ കിങ്, യു ആർ ആക്ച്വലി റിബെല്ലിംഗ് അഗൈൻസ്റ്റ് ഗോഡ്. കാരണം ദൈവം നിങ്ങൾ അതിനായിട്ടല്ല വിളിച്ചിരിക്കുന്നത്. ഇവിടെ പറഞ്ഞിരിക്കുന്ന രാജാക്കന്മാരെ ദൈവത്തിന്റെ വേലക്കാരായിട്ടാണ്, ദാസന്മാരായിട്ടാണ് ഈ വാക്യം നമുക്ക് കാണിച്ചു തരുന്നത്. അപ്പൊ എന്തെല്ലാം കാര്യങ്ങൾ കാരണം നമ്മൾ എന്തെല്ലാം കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കണം. 11ാം വാക്യം പറയുന്നത് 2 കാര്യങ്ങളാൽ നമ്മൾ അധികാരികൾക്ക് കീഴ്പ്പെട്ടിരിക്കണം, കൃത്യമായി ടാക്സ് അടയ്ക്കണം. എന്തുകൊണ്ട് 2 കാര്യങ്ങളാൽ? ഒന്ന്, ദൈവകോപം വരാതിരിക്കാൻ. അപ്പോൾ നമ്മുടെ മുകളിലുള്ള ആളുകളോട് നമ്മൾ എങ്ങനെയാണ് പെരുമാറുന്നുള്ള കാര്യം ദൈവം നോക്കുന്നുണ്ട്. അത് ദൈവത്തിന്റെ കോപം വിളിച്ചു വരുത്തുന്ന കാര്യമാണ്. ഞാൻ ഇത് വായിച്ചപ്പോ, കഴിഞ്ഞ ദിവസം ഇത് വായിച്ചപ്പോൾ എനിക്ക് മനസ്സിലായത്,
ഞാൻ ചെയ്യുന്നതിനകത്ത് പലപ്പോഴും തമാശയായിട്ട് ഞങ്ങളുടെ ഫ്രണ്ട്സിനിടയ്ക്ക് പല വാട്സാപ്പ് ഗ്രൂപ്പിലുള്ള കാര്യങ്ങൾ പങ്കുവെക്കുമ്പോൾ ഇവരെ കളിയാക്കിയുള്ള ട്രോളുകളൊക്കെ അങ്ങനെയാണ്. അപ്പൊ ഞാൻ വിചാരിക്കായിരുന്നു, ദൈവം അപ്പോയിന്റ് ചെയ്തിട്ടുള്ള ആളുകളെ നമുക്ക് കളിയാക്കാൻ എന്താണ് കാര്യം? ഐ വാസ് തിങ്കിങ് ലൈക്ക് ദാറ്റ്. കാരണം അതൊരു ഡിസോണർ അല്ലേ? ശരിക്കും ഒരു മനുഷ്യനെയും കളിയാക്കാൻ പാടില്ല. അധികാരത്തിലിരിക്കുന്നവരെ കളിയാക്കുന്നത്, ദാറ്റ്സ് ഇൻ വൺ സെൻസ് an offense to the Lord, because God placed them there. ദൈവം അവന്റെ ഇൻഫിനിറ്റ് വിസ്ഡത്തിൽ ഒരു നന്മ ഉളവാക്കാൻ വേണ്ടി തിന്മ ചെയ്യുന്ന ചില ആളുകളെ കുറെ നാൾ ഒരു സ്ഥലത്തിരുത്തിയാൽ അത് ദൈവത്തിന്റെ വിസ്ഡം എന്നുള്ളതല്ലാതെ, നന്ദിയും സ്തോത്രവും പറയുക എന്നുള്ളതല്ലാതെ, അതിനെതിരെ കൊടി ഉയർത്തുന്നത് ദൈവനിന്ദയായിട്ടാണ് പൗലോസ് ഇവിടെ പറയുന്നത്. ഓക്കെ, അപ്പോൾ ദൈവത്തിന്റെ കൃപ നമ്മൾ അനുഭവിക്കേണ്ടതിന് നമ്മൾ എന്ത് ചെയ്യണം? മൂർഖന്മാർക്കും കീഴടങ്ങിയിരിക്കണം. ഞാൻ സഭയിൽ എല്ലാവർക്കും കീഴടങ്ങിയിരിക്കുക, നല്ല വിശ്വാസികൾക്ക് മാത്രം കീഴടങ്ങിയിരിക്കുക എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. വി ഷുഡ് ബി സബ്ജക്റ്റഡ് ആൻഡ് സബ്മിറ്റഡ് ടു ഓൾ അതോറിറ്റീസ്. ടാക്സ് ഉൾപ്പെടെ സകല കാര്യങ്ങളും, വൺ വേ കട്ട് ചെയ്യുന്ന ഉൾപ്പെടെ. ഒരു അവസരം കിട്ടിയ മുങ്ങുന്നവരല്ല ആവരുത് നമ്മൾ. വി ആർ ചിൽഡ്രൻ ഓഫ് ഗോഡ്. ഒരവസരം കിട്ടി ആരും നോക്കുന്നില്ലെങ്കിൽ ഹെൽമെറ്റ് ഇല്ലാതെ അങ്ങ് പോയേക്കാം. നോ നോ, വി ആർ ചിൽഡ്രൻ ഓഫ് ഗോഡ്. ഡോണ്ട് ഒഫൻഡ് ഗോഡ്. അത് ഇവരാരും കാണുന്നില്ല. നിയമങ്ങൾ എതിർക്കുമ്പോ മനുഷ്യരുടെ മുമ്പിലല്ല നമ്മൾ എതിർക്കുന്നത്, ദൈവത്തിന് മുമ്പിലാണ് എതിർക്കുന്നതെന്നും ആ ദൈവത്തിന് ഇൻസൾട്ട് ആണെന്നും അങ്ങനെ മക്കൾ പെരുമാറുന്നത്. ഇപ്പൊ ഒരു കോളേജിലോട്ട് ഒരു കുട്ടി ചെന്ന് കഴിഞ്ഞാൽ അവിടെ ചിലപ്പോൾ കഞ്ചാവ് പിടിക്കുന്നവർ കാണും, പലതരത്തിലുള്ള പിള്ളേരൊക്കെ കാണും, പലതരത്തിലുള്ള ഗ്യാങ്ങുകൾ കാണും. പക്ഷെ അവന്റെ അപ്പന്റെ ഒരു ആഗ്രഹം, എന്റെ മകൻ ഷുഡ് ബി ക്ലിയർ. അപ്പൊ ദൈവത്തിന് നമ്മളെ കുറിച്ച് അങ്ങനെ ഒരു മകൻ എന്നുള്ളൊരു ഫീലിംഗ് ഉണ്ട്. എന്ത് ബഹളം ആൾക്കാരുണ്ടാക്കിയാലും എന്റെ മകൻ അവിടെ നിശബ്ദനായിരിക്കും, ഈസ് അണ്ടർ മൈ കൺട്രോൾ എന്ന് ദൈവത്തിന് ഒരു ആഗ്രഹം. ദൈവത്തിന്റെ ആഗ്രഹമാണ് നമ്മൾ വിശുദ്ധീകരണമായിട്ട് പല സമയത്തും വെളിപ്പെടുന്നത്. അപ്പൊ എന്താണ് ദൈവത്തിന്റെ ആഗ്രഹം? നമ്മൾ മറ്റുള്ളവരുടെ മുമ്പിൽ ബ്ലെമിഷ്ലെസ് ആയിരിക്കും. ഒരു കുറ്റവും നമ്മളെ കുറിച്ച് പറയാൻ ഉണ്ടാകാത്ത രീതിയിൽ നമ്മൾ ബ്ലെമിഷ്ലെസ് ആയിരിക്കണം, കുറ്റമില്ലാത്തവരായിരിക്കണം, ബ്ലെയിംലെസ് ആയിരിക്കണമെന്ന് ഈ വാക്യം നമ്മളെ പഠിപ്പിക്കും. അതിനുവേണ്ടി എന്ത് ചെയ്യണം? ഏത് കൽപ്പനയെയും അനുസരിക്കണം. ദൈവവിരോധമല്ലാത്ത എല്ലാ കൽപ്പനയും, ദൈവത്തിന്റെ സത്യങ്ങൾക്ക് വിരോധമല്ലാത്ത എല്ലാ കാര്യങ്ങളെയും നമ്മൾ അംഗീകരിക്കണം. ഓക്കെ, അതാണ് ഇവിടെ പറയുന്നത്. അപ്പൊ നമ്മൾ എപ്പോഴും കരുതേണ്ട ഒരു കാര്യം, when we are breaking the law, we are not breaking the law in front of men, but we are dishonoring the Lord who allowed us under that law. നിങ്ങൾ ഏതെങ്കിലും ഒരു നിയമം ലംഘിച്ചാൽ അത് ദൈവത്തോടാണ് ലംഘിക്കുന്നതെന്ന് ഓർമ്മ വേണം. വൺ വേ കട്ട് ചെയ്ത് പോകുന്ന വേറെ ആരും കണ്ടില്ല. ഹെൽമെറ്റും റെക്കോർഡ്സും ഒന്നും ഇല്ലാതെ, മാസ്ക് ഒന്നും ഇല്ലാതെ പോകുന്ന വേറെ ആരും കണ്ടില്ല. പക്ഷെ നിങ്ങൾ ദൈവത്തെ ഒഫൻഡ് ചെയ്തിട്ടുണ്ട്. കാരണം ആ നിയമം, എല്ലാ നിയമങ്ങളും ദൈവത്തിൻ്റെത് കീഴിലാണ്, എല്ലാ അധികാരങ്ങളും ദൈവത്തിന്റെ കീഴിലാണ്. അപ്പോ നമ്മൾ എപ്പോഴും ദൈവത്തിന്റെ ആ ഒരു കീഴിൽ, ആ കൃപയുടെ കീഴിൽ നമ്മൾ ഇരിക്കുവാൻ ബാധ്യസ്ഥരാണ് എന്ന് നമ്മൾ മനസ്സിലാക്കി. ഓക്കെ, അപ്പോൾ പല ആൾക്കാർ സഭയുടെ അതോറിറ്റി കീഴടങ്ങിയിരിക്കണം എന്നുള്ള രീതി വ്യാഖ്യാനിക്കാറുണ്ട്. അതല്ല ഇവിടെ പറയാം. സഭയ്ക്ക് അങ്ങനെ അധികാരം എന്ന് പറയാൻ പാടില്ല. ദാറ്റ്സ് എ മിനിസ്ട്രി, ശുശ്രൂഷയാണ്. ശുശ്രൂഷകർക്ക് നമ്മൾ അനുസരണയോടെ അവർ പറയുന്നത് കേൾക്കണം. കാരണം ദേ ഹാവ് ടു ഗിവ് ആൻ അക്കൗണ്ട് അബൌട്ട് ദ പീപ്പിൾ ഹൂം ഗോഡ് ഗേവ് ദം. അപ്പൊ അവർ അക്കൗണ്ട് കൊടുക്കുമ്പോൾ അവരുടെ ഉള്ളിൽ വിഷമം ഉണ്ടാകാൻ പാടില്ല. സോ വി ഷുഡ് റെസ്പെക്ട് ദ പീപ്പിൾ ഹു ആർ ഗൈഡിങ് us spiritually. Okay, but that's respect out of love. ഇത് അങ്ങനെയല്ല. ഇത് ദൈവ നിന്ദയായി മാറാതെ, ഇത് രാജ്യത്തോടുള്ള നമ്മുടെ കൂറ് കുറയാതെ നമ്മൾ നല്ല സാക്ഷികളായി ഈ പറയുന്ന ഐഹിക രാജ്യത്തെക്കാളൊക്കെ വളരെ മാർമികമായ പ്രധാനമായ ദൈവരാജ്യത്തിന്റെ ആളുകളായിട്ട്, അംബാസഡേഴ്സ് ആയിട്ടാണ് നമ്മൾ ഈ രാജ്യത്ത് ജീവിക്കുന്നത്. സോ വി cannot be disobedient to the system here. ഓക്കെ, തന്നെയുമല്ല ഈ സബ്ജക്ഷൻ എന്ന് പറയുന്ന ഒരു വലിയ ഡിസിപ്ലിൻ, സബ്മിഷൻ, ബി സബ്ജക്റ്റഡ് ടു വൺ അനദർ, ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഡിസിപ്ലിനാണ്. ഭാര്യമാരുടെ ഭർത്താക്കന്മാരുടെ കാര്യം പറയുമ്പോൾ എപ്പോഴും പറയുന്ന ഒരു കാര്യമാണ്, ഭാര്യമാരെ നിങ്ങൾ ഭർത്താക്കന്മാർ കീഴടങ്ങി. ഈ സബ്മിഷൻ എന്ന് പറയുന്ന ഒരു ബ്യൂട്ടിഫുൾ തിങ്. എല്ലാവരും ഗവൺമെന്റിന് കീഴടങ്ങിയിരിക്കണം എന്ന് പറയുന്നത് ഇറ്റ്സ് എ ബ്യൂട്ടിഫുൾ തിങ് ടു വാച്ച് എ പേഴ്സൺ അണ്ടർ സബ്മിഷൻ. കഴിഞ്ഞ ദിവസം ഞങ്ങളുടെ ചർച്ചയിൽ ഒരു സഹോദരി പറഞ്ഞാണ്, ഈ ഒരു വർഷം പാസ്റ്ററെ ഞാൻ എൻ്റെ ഇൻലോസ് പറയുന്നതും ഭർത്താവ് പറയുന്നതും എല്ലാം അതുപോലെ കേട്ട് സബ്മിഷൻ പഠിക്കാൻ വേണ്ടി, ദേ ആർ ഫൈൻ,
ഗുഡ് പീപ്പിൾ, ഗുഡ്, നോ ക്വാറൽ, അവരുടെ വീട്ടിൽ വഴക്കൊന്നുമില്ല. പക്ഷെ പെൺകുട്ടി തീരുമാനം എടുത്തിരിക്കുകയാണ്, ഈ കർത്താവിന്റെ സബ്മിഷൻ എന്തായിരുന്നു എന്ന് എന്റെ ജീവിതത്തിലൂടെ ഒന്ന് അനുഭവിക്കണം. ഷീ സെലക്ടഡ് ദാറ്റ് തീം, സബ്മിഷൻ, ഫോർ ഓൾ 1 year. പഠിക്കേണ്ട കാര്യമാണ് ഈ സബ്മിഷൻ. ബഹളം വെക്കാതെ അനുസരിക്കുന്നതിന്റെ സുഖം, അതിന്റെ ഒരു രസം. അത് നമ്മുടെ മുകളിലുള്ള പിള്ളേര്, ടീച്ചേഴ്സ്, പണ്ടത്തെ കാലത്തൊക്കെ ടീച്ചേഴ്സ് പറയുന്നത് നമ്മൾ സബ്മിഷനോടെ അനുസരിക്കുമായിരുന്നു. പക്ഷെ ഇപ്പൊ സബ്മിഷൻ ഒത്തിരി കുറഞ്ഞു വരുന്നുണ്ട്. ചിൽഡ്രൻ ആർ ടേണിംഗ് മോർ ആൻഡ് മോർ റിബല്യസ്. അപ്പൊ സഭയ്ക്കകത്തും അങ്ങോട്ടും ഇങ്ങോട്ടും സബ്മിഷൻ ആണ് ഏറ്റവും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള കാര്യം. സോ ദാറ്റ്സ് പാർട്ട് ഓഫ് അവർ സ്പിരിച്വൽ ഗ്രോത്ത് ആൻഡ് സാങ്ക്ടിഫിക്കേഷൻ. ഓക്കെ, അപ്പൊ എന്തിനാണ് ഇങ്ങനെയുള്ള ഗവൺമെന്റുകളെ, ചിലപ്പോൾ ദുഷ്ടന്മാരെ, ദുർഘടന്മാരെ, മർക്കടന്മാരെ നമ്മുടെ മുകളിൽ വയ്ക്കുന്നത്? ഗവൺമെന്റ് കാര്യം മാത്രമല്ല, നമ്മുടെ വീട്ടിലായാൽ പോലും പീപ്പിൾ ഹു ആർ സോ ഡിഫിക്കൽട്ട് ടു മാനേജ്. സബ്മിഷൻ പഠിക്കാൻ വേണ്ടിയാണ്. അത് ക്രിസ്തുവിന്റെ സബ്മിഷൻ ആയി കഴിയുമ്പോഴേക്കും അതിന് വേറൊരു ബ്യൂട്ടി ഉണ്ട്. ആ ബ്യൂട്ടി എന്ന് പറയുന്നത് നമ്മൾ പ്രതികരിക്കുന്നേ ഇല്ലാത്തപ്പോൾ നമ്മൾ അനുഭവിക്കുന്ന ഒരു ദൈവത്തിന്റെ കൃപയാണ്. We experience our death in these submissions and subjecting to another. Okay. അപ്പം എന്തുകൊണ്ടാണ് ഈ രാജാക്കന്മാരെ ഒരു സെർവന്റ് ആയിട്ട് കാണുന്നത്? എന്തുകൊണ്ടാണ് ദൈവം ഒരു സെർവന്റ് ആയിട്ട് കാണുന്നത്? കാരണം ദൈവത്തിന് 2 തരത്തിലുള്ള ജഡ്ജ്മെന്റ്സ് ഉണ്ട്. ഒന്ന് അവന്റെ പൊതു വെളിപ്പാടിനെ ആധാരമാക്കിയുള്ള ജഡ്ജ്മെന്റ് ആണ്. അതാണ് ഈ രാജാക്കന്മാരെ നടപ്പാക്കുന്നത്. നമ്മള് ഒരു ഡൽഹിയിലുള്ള ഒരു പെൺകുട്ടിയെ കൊലപ്പെടുത്തിയ 4 പേരെ തൂക്കിക്കൊല്ലാൻ നേരത്ത് പല ജനങ്ങളും തൂക്കിക്കൊല്ലാൻ താമസിച്ചപ്പോഴേക്കും എന്താണ് തൂക്കിക്കൊല്ലാൻ താമസിക്കുന്നത് വെച്ചുകൊണ്ട് ഭയങ്കര ബഹളമായിരുന്നു ജനം. അപ്പൊ നമ്മളാണെങ്കിൽ തൂക്കിക്കൊല്ലുന്നതിന് അനുകൂലിക്കുന്നുണ്ടോ? ഞാൻ ഒരിക്കലും അനുകൂലിക്കുന്നു. അതിന്റെ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മനുഷ്യ ജീവിതം എടുക്കാൻ മനുഷ്യന് അധികാരമില്ലെന്ന് വിശ്വസിക്കുന്നുണ്ട്. പക്ഷെ ഗവൺമെന്റ് ആ ക്രിമിനലുകളെ തൂക്കിക്കൊല്ലാൻ തീരുമാനിച്ചാൽ ഞാൻ അതിനെതിരെ സമരം ചെയ്യണ്ട. എന്തുകൊണ്ട് സമരം ചെയ്യണ്ട? കാരണം ഗവൺമെന്റിന് നടപ്പാക്കാൻ വേറൊരു നീതി ദൈവം കൊടുത്തിട്ടുണ്ട്. അത് ദൈവരാജ്യമായോ വീണ്ടെടുക്കപ്പെടുന്നവരുമായോ ബന്ധമുള്ളതല്ല. അത് സ്വർഗത്തിൽ പോകുന്ന ദൈവിക നീതിയുമായിട്ടോ ആത്മാവ് നൽകുന്ന വിശുദ്ധീകരണമായിട്ടോ ബന്ധമുള്ള കാര്യമല്ല. അത് ഈ ലോകത്തെ ഇത്ര നാളത്തേക്ക് കാത്തു സൂക്ഷിക്കാമെന്നുള്ള ദൈവത്തിന്റെ തീരുമാനപ്രകാരം അവൻ കൊടുക്കുന്ന മോറൽ ലോയുടെ ഭാഗമാണ്. ദൈവം ഈ രാജാക്കന്മാർ കൊടുക്കുന്ന മോറൽ ലോ, ആ ലോയുടെ ഭാഗമാണ് അവർ നടപ്പാക്കുന്ന ശിക്ഷാവിധികൾ. അതായത് ദൈവം ഭൂമി ഉണ്ടാക്കിയിട്ട് ഒരു ക്ലോക്ക് വിട്ടിരിക്കുന്ന പോലെ ചുമ്മാ വിട്ടിരിക്കുമല്ല, തന്നെ കറങ്ങിക്കോളെന്നും പറഞ്ഞല്ല. He is moving everywhere. God moves everywhere. He is control of everything. അതുകൊണ്ട് രാജാക്കന്മാരെ ദൈവം സെർവൻസ് ആയിട്ട് ഏൽപ്പിച്ചിരിക്കുന്നത് അവര് നീതി നടപ്പാക്കാൻ വേണ്ടിയാണ്. അത് ദൈവം അവരെ ഏൽപ്പിച്ചിരിക്കുന്ന നീതിയാണ്. That's not about the kingdom of God. That's not about the Holy Spirit. That's not about Christ's revelation. That's not about special revelation. That's about the common general revelation. അതനുസരിച്ചുള്ള നടപടികളാണ് അവിശ്വാസികളുടെ ലോകത്തിൽ നടക്കേണ്ടത്. വിശ്വാസികൾ അങ്ങോട്ട് കേസുമായിട്ട് പോകാതിരുന്നാൽ മതി. That's another system. And God has placed you under that system. എന്തിനാണ് അങ്ങനെ ഒരു സിസ്റ്റത്തിന്റെ അടിയിൽ നമ്മളെ വെച്ചിരിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ ഇവിടെയാണ് നമ്മൾ സാക്ഷ്യമുള്ളവരായി അവർക്ക് ഒരു ഹയർ റൈച്ചസ്നെസ്സിനെ കാണിച്ചു കൊടുക്കാൻ നമ്മളെ ദൈവം ഏൽപ്പിച്ചിരിക്കുന്നത്. Because they are following another righteousness that's much inferior to what we are following. നമ്മൾ അനുഗമിക്കുന്നതിനേക്കാളും വളരെ സിമ്പിളായ താഴ്ന്ന തട്ടിലുള്ള ഒരു നീതി, അതായത് ഡു ആൻഡ് ടേക്കിന്റെ ആ ഒരു അടിസ്ഥാനത്തിന്മേലുള്ള നീതി, ഒരു മോറൽ ലോ, അതാണ് ലോകം അനുഷ്ഠിക്കുന്നത്. പ്രിയ സഹോദരങ്ങളെ, നമ്മൾ പോയി ആ മോറൽ ലോയ്ക്ക് സബ്മിറ്റഡ് ആയി പോയാൽ നമ്മൾ എങ്ങനെയാണ് കർത്താവിന്റെ രാജ്യത്തെ പ്രസിദ്ധമാക്കാൻ നമ്മളെ കൊണ്ട് പറ്റുന്നത്? എപ്പോഴാണ് രാജാക്കന്മാരുടെ കീഴിൽ നമ്മളായി പോകുന്നത്? When we do mistakes, when we are wrong. നമ്മൾ തെറ്റ് ചെയ്തിട്ട് ശിക്ഷ അനുഭവിക്കേണ്ട ഒരു അവസ്ഥയിൽ വരുമ്പോൾ we are placing us under them. പക്ഷെ ദൈവം ശരിക്കും നമ്മളെ നിയമിച്ചിരിക്കുന്നത് എങ്ങനെയാ? എല്ലാറ്റിനും മുകളിലുള്ള ഒരു നീതി തന്നുകൊണ്ടാണ്. അത് വിട്ടിട്ട് നമ്മളൊരു സാമാന്യ മനുഷ്യന്റെ ലോകത്തിന്റെ നീതിയുടെ മുമ്പിലേക്ക് പോയി നിൽക്കേണ്ടി വന്നാൽ അതിന്റെ അർത്ഥം യു ഹാവ് ബ്രോക്കൺ
ദ ജനറൽ ലോ, മോറൽ ലോ, അത് ഗവൺമെന്റ്, അത് ദൈവം അതാത് ഗവൺമെന്റുകളെ ഏൽപ്പിച്ച പൊതുവെളിപ്പാടിന്റെ അടിസ്ഥാനത്തിലുള്ള നിയമങ്ങളെ നമ്മൾ ലംഘിച്ചിട്ടുണ്ടെന്നാണ് അതിനർത്ഥം. ദാറ്റ് ഷുഡ് നെവർ ഹാപ്പൻ ഫോർ എ സാങ്ക്ടിഫൈഡ് ബിലീവർ. ഞാൻ പറഞ്ഞ നിങ്ങൾക്ക് മനസ്സിലായെന്ന് തോന്നുന്നു. ഒന്നുകൂടെ ഞാനത് ഉദ്ദേശിച്ച് ഞാൻ എന്താന്ന് പറയാൻ ശ്രമിക്കാം. ഓക്കെ, ഞാൻ പറഞ്ഞത് ദൈവത്തിന് രണ്ട് രീതിയിലാണ് നീതി നടപ്പാക്കുന്നത്. ഒന്ന്, ദൈവത്തിന്റെ നീതി വിശ്വാസത്താൽ വെളിപ്പെട്ട വീണ്ടും ജനിച്ചവർക്കുള്ളതാണ്. ആ നീതി എന്ന് പറയുന്നത് ദൈവത്തിന്റെ നീതിയാണ്. അത് സ്വർഗത്തിൽ വരെ കൊണ്ടുപോകുന്ന നീതിയാണ്. അവരെ ജീവിതകാലം മുഴുവൻ വിശുദ്ധീകരണത്തിലേക്ക് കൊണ്ടുപോകുന്ന നീതിയാണ്. ദാറ്റ്സ് വൺ മൊറാലിറ്റി ദാറ്റ് ഗോഡ് പ്രസൻസ് ഹിയർ. എന്നാൽ അതിന് വളരെ താഴെ സമൂഹത്തിന്റെ നിലനിൽപ്പിന് വേണ്ടി ദൈവം രാജാക്കന്മാരുടെ കയ്യിൽ നിയമങ്ങളെ കൊടുക്കുന്നുണ്ട്. കാരണം ഒരു പരിധി വിടാതിരിക്കാൻ വേണ്ടിയാണ്. ഇപ്പൊ ദൈവം ഈ ഭൂമിയെ സൃഷ്ടിച്ചിട്ട് ഒരു ക്ലോക്ക് ഉണ്ടാക്കി വെച്ചിട്ട് മാറിയിരിക്കുന്ന പോലെ, കീ പോലും കൊടുക്കേണ്ടാത്ത ക്ലോക്ക് ആണെങ്കിൽ ആ ഉടമസ്ഥനെ പിന്നെ ആ ക്ലോക്കിന് ഒന്നും ചെയ്യേണ്ട കാര്യം. പക്ഷെ അതുപോലെയല്ല ഒരു 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 ഇൻവെർട്ടർ മേടിച്ചു വെച്ചാൽ അതിന് ഇടയ്ക്കിടയ്ക്ക് മെയിൻ്റനൻസ് വേണ്ടി വരും, ഇടയ്ക്കിടയ്ക്ക് ഡിസ്റ്റിൽഡ് വാട്ടർ ഒഴിക്കേണ്ടി വരും, പ്രൊഫഷണൽ ഹാൻഡ്ലിംഗ് വേണ്ടി വരും. അപ്പൊ ദൈവം നമ്മളെ ഈ ലോകം മുഴുവൻ സൃഷ്ടിച്ചിട്ട് എന്നാ പിന്നെ നിങ്ങൾ ഇനി കറങ്ങിക്കോ എന്ന് പറഞ്ഞ് ദൈവം എങ്ങും പോയില്ല. He's controlling each and everything. അപ്പൊ വ്യഭിചാരം ചെയ്യുന്നതിനെ കൈകാര്യം ചെയ്യാൻ ഏൽപ്പിച്ചേക്കും നിങ്ങളുടെ അടുത്താണ്. ഭീകരമായ ഇമ്മോറാലിറ്റി തടയാൻ വേണ്ടി ദൈവം കർശന ശിക്ഷകൾ കൊടുക്കാൻ വേണ്ടി ദൈവം ഏൽപ്പിച്ചിരിക്കുന്നത് നമ്മളെയല്ല, ഗവൺമെന്റിനെയാണ്. നിങ്ങൾ തെറ്റ് ചെയ്ത ഗവൺമെന്റിന്റെ വലയിൽപ്പെട്ടാൽ, അതായത് ലൈസൻസ് ഇല്ലാതെ വണ്ടി ഓടിച്ച് പോലീസ് പിടിച്ചാൽ, പ്രിയ സഹോദരങ്ങളെ, പിടിച്ചു പോയല്ലോ എന്ന് വിചാരിച്ച് ദുഃഖിച്ചിട്ട് കാര്യമില്ല. നിങ്ങൾ എന്താ ചെയ്തിരിക്കുന്നറിയോ? ദൈവത്തിന്റെ ഉന്നതമായ നീതി അവർക്ക് കാണിച്ചു കൊടുക്കണ്ട. ഞാൻ അവരുടെ ലോവർ ലെവൽ ഓഫ് മോറാലിറ്റിയുടെ മുമ്പില് ഒരു പ്രതിയായി നിന്നു എന്ന് പറയുന്നത് തന്നെ that itself is a violation of God's honor. അതുകൊണ്ട് പൗലോസ് പറയാണ്, every king is a servant of God. അവർ നടപ്പാക്കുന്നത് ദൈവത്തിന്റെ മോറൽ ലോ ആണ്, നോട്ട് ദ ലോ ഓഫ് ദ കിങ്ഡം. ആ മോറൽ ലോയും ദൈവത്തിന്റെയാണ്. എല്ലാ നല്ല ദാനങ്ങളും ദൈവത്തിൽ നിന്ന് വരുന്നതാണ്. ആ മോറൽ ലോ ഈസ് ഓഫ് പ്രിസർവേറ്ററി നേച്ചർ. അതായത് ഒരു സമൂഹത്തെ തീർത്തും നഷ്ടപ്പെട്ടു പോകാതെ തടയാൻ വേണ്ടി ദൈവം അതാത് സമയത്ത് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്ന ദൈവം മനുഷ്യർക്ക് വേണ്ടി കൊടുക്കുന്ന മോറൽ നിയമങ്ങളുടെ കസ്റ്റോഡിയൻസ് ആണ് ഓരോ രാജ്യത്തെയും ഭരണാധികാരികൾ. അതിനെ നിങ്ങൾ ലംഘിച്ചാൽ എന്ത് സംഭവിക്കുന്ന അറിയാമോ? ദൈവത്തിന്റെ നിന്ദയായിരിക്കും. കാരണം ദൈവം ആ നീതി അവിടെ നടപ്പാക്കാൻ ആഗ്രഹിക്കും. അപ്പൊ നിങ്ങൾ പലപ്പോഴും ചോദിക്കും, ചില ഭരണകർത്താക്കളൊക്കെ ഭയങ്കര അനീതിയാണല്ലോ കാണിക്കുന്നത്, നമ്മളോട് വിശ്വാസികളോടൊക്കെ പെർസിക്യൂട്ട് ചെയ്യുന്നു, അങ്ങനെയൊക്കെ എന്ത് ചെയ്യുന്നു? പ്രിയ സഹോദരങ്ങളെ, അവിടെയും നമ്മൾ കർത്താവിന് ഏറ്റവും കൂടുതൽ അനുസരിക്കണം. നമുക്കറിയാം കർത്താവ് നമ്മളോട് കൽപ്പിച്ചിരിക്കുന്ന ഒരു കാര്യവും നമ്മൾ ലംഘിക്കരുത്. പക്ഷെ അതും രാജാക്കന്മാരെ ധിക്കരിക്കരുത്, അനുസരിക്കണം. പക്ഷെ അതിനേക്കാൾ കൂടുതൽ എന്ത് ചെയ്യണം? ദൈവത്തെ അനുസരിക്കണം. അപ്പം കർത്താവിന് തള്ളി പറയാൻ പറഞ്ഞാലോ വേറൊരാളെ വണങ്ങാൻ പറഞ്ഞാൽ നമുക്ക് വണങ്ങാൻ പറ്റില്ല. അപ്പൊ ദൈവത്തിന്റെ നിയമങ്ങൾക്കെതിരായിട്ട് രാജാവ് എന്തെങ്കിലും പറഞ്ഞാൽ നമുക്ക് അനുസരിക്കാൻ പറ്റില്ല. പക്ഷെ അത് ദൈവം നോക്കിക്കോളും. ഹി വിൽ ലുക്ക് ആഫ്റ്റർ ദാറ്റ്. പക്ഷെ അതേ സമയത്ത് when we are breaking the moral law, that becomes a serious offense for the Lord. അതായത് മോറൽ ലോ ലംഘിക്കപ്പെടുന്നു. സ്പിരിച്വൽ ലോ, റിലീജിയസ് റൂൾസിന്റെ കാര്യമല്ല പറയും. ഇറ്റ്സ് അബൌട്ട് കോമൺ മൊറാലിറ്റി. നമ്മളൊരു എക്സാമ്പിൾ എടുത്തു കഴിഞ്ഞാൽ വിവാഹത്തെ കുറിച്ച് നമ്മൾ പറയാം. വിവാഹത്തിനകത്തൊരു കോമൺ മോറൽ ലോ ഉണ്ട്. ആ മോറൽ ലോ നമ്മൾ അംഗീകരിച്ചു പറ്റും. ഓക്കെ. എന്നാൽ വിശ്വാസികൾക്ക് മോറൽ ലോയേക്കാളും വളരെ ഉന്നതമായ നിയമങ്ങളുണ്ട്. അത് വേറെ കാര്യം. നമ്മൾ അതനുസരിക്കേണ്ടവരാണ്. പക്ഷെ അതേ സമയത്ത് മോറൽ ലോ വയലേറ്റ് ചെയ്ത ഒരാളായിട്ട് നമ്മൾ ഒരിക്കലും ഇവിടുത്തെ ജാതികളുടെ മുമ്പിൽ പോയി നിൽക്കാൻ ഇടവരരുത്. കാരണം അത് ദൈവത്തിന് ഡിസോണറാണ്. ആരും കണ്ടില്ലെങ്കിലും ഡിസോണറാണ്. പ്രിയ സഹോദരങ്ങളെ, നിങ്ങൾ ലൈസൻസ് ഇല്ലാതെ വണ്ടി ഓടിച്ച് അല്ലെങ്കിൽ എന്താ പറയുന്നത്, നിയമങ്ങൾ ലംഘിച്ച് എന്തെങ്കിലും ചെയ്യുമ്പോൾ സഹോദരങ്ങളെ, ദൈവത്തിന് നിങ്ങൾ ഡിസോണർ ചെയ്യുന്നുണ്ടോ? ഉറപ്പായിട്ടും ദൈവത്തെ ഡിസോണർ ചെയ്യുന്നുണ്ട്. സോ ചില നിവൃത്തികേടുകൾ കൊണ്ട് പലരും പല രീതിയിൽ ആയിപ്പോയിട്ടുണ്ടാകാം. ഞാൻ പറയുന്നത് ആറ്റിറ്റ്യൂഡ് ഓഫ് സബ്മിഷൻ. If you don't have an attitude of submission to your rulers, അതിന്റെ അർത്ഥം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ദൈവം അപ്പോയിന്റ് ചെയ്തതിനെ എതിർത്താണ്. മോറൽ ലോ കീപ്പ് ചെയ്യാൻ വേണ്ടി
ഇപ്പൊ നമുക്കറിയാം ഗൾഫ് രാജ്യങ്ങളിലൊക്കെ മോറൽ ലോ കുറച്ചുകൂടി സ്ട്രിക്റ്റ് ആണ്. അമേരിക്കകളൊക്കെ വെച്ച് നോക്കുമ്പോൾ വളരെ സ്ട്രിക്റ്റ് ആണ് മോറൽ ലോ. സന്മാർഗ നിയമങ്ങൾ വളരെ സ്ട്രിക്റ്റ് ആണ്. അപ്പൊ നമ്മൾ എല്ലായിടത്തും ഒരുപോലെ ദൈവത്തിന് വെച്ചാൽ പോരാ. ഓരോ സമൂഹത്തെയും നിയന്ത്രിക്കാൻ എന്ത് നിയമമാണ് വേണ്ടത് ദൈവത്തിന് അറിയാം. സോ ഒന്ന് ആലോചിച്ച് നോക്കിയേ, ഒരു മനുഷ്യന്റെ ശരീരത്തിൽ ഓരോ കെമിക്കലും ഓരോ നാഡിയും പ്രവർത്തിക്കുന്ന എത്ര ഭംഗിയായിട്ട് ഡിസൈൻ ചെയ്ത ദൈവം. ഈ ലോകത്തിൽ ഏത് രീതിയിൽ എവിടെയെല്ലാം സന്മാർഗങ്ങൾ കാത്തു സൂക്ഷിക്കപ്പെടണമെന്നും അന്ത്യകാലത്തേക്ക് ഒരുക്കപ്പെടുമ്പോൾ എങ്ങനെയായിരിക്കണം ഈ ഭൂമി എന്നുള്ളതിനെ കുറിച്ച് വളരെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള പദ്ധതി ദൈവത്തിനുണ്ട്. ആൻഡ് ഹീസ് എക്സിക്യൂട്ടിങ് ഇറ്റ്. അതിൽ നമ്മൾ നന്ദിയുള്ളവരായിരിക്കുക. വീണ്ടെടുപ്പ് കാലം അടുത്തു എന്ന് വിചാരിച്ച് സന്തോഷിക്കുക എന്നുള്ളതല്ലാതെ there is nothing that we can do. So ഞാൻ പറഞ്ഞു വരുന്നതിന്റെ ചുരുക്കം, we need to submit to the authorities, and when they ask us to do something we need to do it. കാരണം അവരുടെ മുൻപിലും മറ്റുള്ളവരുടെ മുൻപിലും കർത്താവിന്റെ സാക്ഷിയായിട്ട് നിൽക്കാൻ that's essential for them. ഓക്കെ, ഇവിടെ പറയുന്നത് രാജാക്കന്മാർ എങ്ങനെ ദൈവത്തിന്റെ സെർവൻസ് ആയിട്ട് വരുന്നത്? The kings keep the moral law of the Lord. എന്നിട്ട് പറയാം, നിങ്ങൾ രാജാവിനെതിരെ നിൽക്കുമ്പോൾ എന്താ സംഭവിക്കുന്ന അറിയാം? നിങ്ങൾ ദൈവത്തിന്റെ നിയമങ്ങൾക്ക് എതിരെയാണ് നിങ്ങൾ അറിയാതെ തന്നെ നിൽക്കുന്നത്. That may not be the law God gave you, but the moral law that's all over the universe. Okay. അഞ്ചാം വാക്യത്തിൽ പറയുന്നത്, therefore one must be in subjection. നിങ്ങൾ കീഴടങ്ങിയിരിക്കണം, സബ്മിറ്റഡ് ആയിരിക്കണം. ഓക്കെ, നോട്ട് ഓൺലി ടു അവോയ്ഡ് ഗോഡ്സ് റൈറ്റ്. ദൈവത്തിന്റെ കോപം നമ്മുടെ മേൽ വരുമെന്നുള്ളത് മാത്രമല്ല, but also for the sake of our conscience. ഓക്കെ, നമ്മുടെ മനസാക്ഷിയുടെ ഓർത്തും ഈ കാര്യം സൂക്ഷിക്കുക. എന്ത് ചെയ്യുക? കീഴടങ്ങിയിരിക്കുക, സബ്മിറ്റഡ് ആയിരിക്കുക. ബിക്കോസ് ഓഫ് 2 reasons. 1, ദൈവത്തിന്റെ കോപം നമുക്ക് ഒഴിവാക്കാം. 2, നമ്മുടെ മനസാക്ഷിയോട് നമുക്കൊരു ഉത്തരം പറയാൻ ഉണ്ടാകും. അപ്പൊ എല്ലാവർക്കും തിരിച്ചു കൊടുക്കുക, പണം തിരിച്ചു കൊടുക്കുക. അപ്പൊ പൗലോസ് എത്ര സന്തോഷമായിട്ടും സ്നേഹമായിട്ടും പറഞ്ഞു തുടങ്ങിയിട്ട് പെട്ടെന്ന് പറയുകയാണ്, ആരോടെല്ലാം നിങ്ങൾ കടപ്പെട്ടിട്ടുണ്ടോ അവർക്കെല്ലാം നിങ്ങൾ കൊടുക്കുക. ടാക്സ് അടയ്ക്കാൻ ബാക്കിയുണ്ടെങ്കിൽ അതും കൊടുക്കുക. റവന്യൂ അതോറിറ്റീസ് വന്നു കഴിഞ്ഞാൽ എന്താണോ കൊടുക്കേണ്ടത് അതും കൊടുക്കുക. ഓക്കെ, അപ്പോൾ ഇവിടെ പറയാണ്, അവസാനത്തെ വാക്യം ഇതാണ്, റെസ്പെക്ട് ടു whom respect is owed, honor to whom honor is owed. എന്ന് പറഞ്ഞാൽ നന്മ അർഹിക്കുന്നവന് നന്മയും തിന്മ അർഹിക്കുന്നവന് തിന്മയും ആണ് സംഭവിക്കുന്നത്, അല്ലെ? അപ്പൊ നിന്ദിക്കേണ്ടവരും ബഹുമാനിക്കപ്പെടേണ്ടവരും ഈ ലോകത്തുണ്ട്. നിന്ദിക്കാന്ന് പറഞ്ഞാൽ അവരെ പുച്ഛിക്കാന്നുള്ള അർത്ഥത്തിലല്ല, മറ്റൊരാളേക്കാൾ കൂടുതൽ നമ്മൾ ബഹുമാനിക്കേണ്ട ആളുകൾ ഈ ലോകത്തുണ്ട്. അവർക്ക് അർഹമായ ബഹുമാനം നമ്മൾ കൊടുക്കണം. കാരണം ദൈവമാണ് ആ സ്ഥാനത്ത് അവർ ഇരുത്തിയിരിക്കുന്നത്. എന്നാൽ സഭയ്ക്കകത്ത് എല്ലാവരും ഒരുപോലെയാണ്. സഭയ്ക്ക് വെളിയിൽ മാസ്റ്ററും സെർവന്റും ഒക്കെ ഉണ്ട്. ഓ, നമ്മൾ ഒന്നിച്ചാ കർത്തൃമേശ എടുത്തതല്ലേ, എന്താ വിശേഷം എന്ന് വെച്ചുകൊണ്ട് സാറിന്റെ തോളത്ത് പോയി അടിക്കേണ്ട കാര്യമില്ല. ബിക്കോസ് ഫെലോഷിപ്പ് ഈസ് ഇൻ ദ ചർച്ച്. വെളിയിലെ മോറൽ ലോസ് എല്ലാം വ്യത്യാസമാണ്. വി നീഡ് ടു ലിവ് there and bear that witness to the rules of the kingdom. നമ്മൾ അവിടെ താമസിച്ചോണ്ട്, എവിടെയാ? മോറൽ ലോ സ്ഥാപിക്കുന്ന ഗവൺമെന്റുകളുടെ നടുവിൽ, അവരുടെ ഇടയിൽ താമസിച്ചുകൊണ്ട് നമ്മൾ വേറൊരു രാജ്യത്തിന്റെ അംബാസഡേഴ്സ് ആയി ഒരു ഹൈ മോറൽ ഗ്രൗണ്ട് അവർക്ക് കാണിച്ചു കൊടുക്കാൻ വേണ്ടി വിളിക്കപ്പെട്ടവരാണെങ്കിൽ നമ്മൾ ചെയ്യുന്നത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, അവര് കുടുങ്ങുന്ന അതേ നിയമങ്ങളിൽ നമ്മളും കുടുങ്ങുകയും ചില സമയത്ത് അവരെക്കാൾ മോശമായി കുടുങ്ങുകയും ചെയ്യുന്ന ഒരവസ്ഥയിൽ ഇരുന്നു കഴിഞ്ഞാൽ we can never please God. ദൈവത്തെ പ്രസാദിപ്പിക്കുവാൻ കഴിവില്ലാത്തവരായിട്ട് നമ്മൾ മാറുമെന്ന് ഈ അധ്യായം നമ്മളെ പഠിപ്പിക്കുന്നു. ഓക്കെ, ഇനി 8ാം വാക്യം മുതൽ നമ്മൾ വായിക്കുമ്പോൾ സ്നേഹം എന്നൊരു വിഷയമാണ് നമ്മളോട് കാണുന്നത്. സ്നേഹത്തെ കുറിച്ച് എത്ര വേണേലും നമ്മൾ കേട്ടിട്ടുണ്ടോ? പക്ഷേ ഇവിടെ നമ്മൾ കാണുന്നത് ന്യായപ്രമാണത്തെ പൂർത്തീകരിക്കുന്ന സ്നേഹത്തെ കുറിച്ചാണ്. A love that completes the law, perfects the law. ഇത് നമ്മുടെ പത്യോപദേശ ഭാഗങ്ങളിൽ നിന്ന് എടുത്തൊരു കാര്യമാണ്. ഏതു പ്രമാണവും പൂർത്തിയാകുന്നതിന് എന്ത് വേണം? സ്നേഹം വേണം. നമുക്ക് നോക്കാം 8ാം അധ്യായം
ഓ നോ വൺ എനിത്തിങ് എക്സെപ്റ്റ് ലവ് ഈച്ച് അതർ. ഒരു കടപ്പാടും ഉണ്ടാകാൻ പാടില്ല. ഒരു കടപ്പാട് ഉണ്ടാകാൻ പാടില്ല എന്ന് പറയുന്നത് നമ്മളായിട്ട് ഉണ്ടാക്കരുത് കേട്ടോ. കടപ്പാട് നമ്മളായിട്ട് എങ്ങനെ കടപ്പാട് ഉണ്ടാക്കുന്നത്? ഞാൻ പാവപ്പെട്ട ഒരാളെ ഞാൻ സഹായിക്കാം, മാസം തോറും കുറച്ച് പൈസ സഹായിക്കാമെന്ന് വിചാരിച്ചു. നമ്മൾ എന്താ സൃഷ്ടിക്കുന്നറിയോ? അവന് നമ്മളോടൊരു കടപ്പാട് സൃഷ്ടിക്കുക. കടപ്പാട്. അപ്പൊ അവൻ എപ്പോഴും നമ്മളെ ഓർക്കുമ്പോൾ പൈസ ഒന്ന് സഹായിച്ച ആളാണ് എന്നൊരു ചിന്ത അവന്റെ ഉള്ളിലേക്ക് വരും. അപ്പൊ പൈസ ഒന്ന് സഹായിച്ച ആളാണ്. അപ്പൊ നമ്മൾ കടപ്പാടാണ്. അപ്പൊ നമ്മൾ ചെയ്യുന്ന പല സൽപ്രവൃത്തികളും നമ്മൾ കടപ്പാടുകളെയാണ് ഉണ്ടാക്കുന്നത്. അങ്ങനെ നമ്മളും പലരോടും കടപ്പെട്ടിരിക്കുക. പക്ഷെ അതല്ല ക്രിസ്ത്യൻ മെത്തഡ് എന്ന് പറയാം. ക്രിസ്ത്യൻ മെത്തഡ് എന്ന് പറയാൻ നമ്മൾ കൊടുക്കുന്നത് തിരിച്ചു വാങ്ങിക്കാൻ വേണ്ടിയല്ല. സന്തോഷമല്ല എല്ലാവർക്കും? നമ്മൾ കൊടുക്കുന്നത് എന്തിനു വേണ്ടിയല്ല? തിരിച്ചു വാങ്ങിക്കാൻ വേണ്ടിയോ കടപ്പാട് സൃഷ്ടിക്കാൻ വേണ്ടിയോ അല്ല. നമ്മൾ കൊടുക്കുന്നത് സ്നേഹത്തിൽ. അതുകൊണ്ട് കടപ്പാടുകൾ ഉണ്ടാക്കരുത്. ഓ നോ വൺ എനിത്തിങ്. പിന്നെ എന്ത് മാത്രം ഉണ്ടാകാവുള്ളൂ? സ്നേഹം മാത്രമേ ഉണ്ടാവുള്ളൂ. കടപ്പാടുകൾ ഉണ്ടാകരുത്. പറഞ്ഞ് അത് നമ്മുടെ ഒരു ലക്ഷ്യമാകരുത്. ഓക്കെ. നമ്മൾ മറ്റുള്ളവർക്ക് കടപ്പെട്ടിരിക്കുമ്പോൾ വി ആർ സ്ലേവ്സ്. നമ്മൾ ആരോടെങ്കിലും കടപ്പെട്ടിരിക്കുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദാറ്റ് മീൻസ് വി ആർ സ്ലേവ്സ്. നമ്മൾ ആരോടും കടപ്പെട്ടിരിക്കേണ്ട കാര്യമില്ല. നമ്മളോടും ആരും കടപ്പെട്ടിരിക്കേണ്ട കാര്യമില്ല. കാരണം എവറിത്തിങ് ഷുഡ് ബി കൺട്രോൾഡ് ബൈ ലവ്. ഓക്കെ. ആ നിയന്ത്രണത്തിലേക്ക് നമ്മൾ വരണമെന്നാണ് 8-ാം വാക്യം പറയുന്നത്. അപ്പം ശരിക്കും ന്യായപ്രമാണത്തിന്റെ ഏത് കൽപ്പന പൂർത്തിയാകണമെങ്കിലും എന്തു വേണം? സ്നേഹം വേണം. ഓക്കെ. For the commandments, you shall not commit adultery, you shall not murder, you shall not steal, you shall not covet, and any other commandment are summed up in this word: you shall love your neighbor as yourself. Okay, you shall love your neighbor as yourself. എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം പഴയ നിയമത്തിലെ 10 കൽപ്പനകൾ നമ്മൾ കണ്ടായിരുന്നു അല്ലെ? 10 കൽപ്പനകൾ. ഈ 10 കൽപ്പനകളെ രണ്ടായിട്ടാണ് തിരിച്ചത്. രണ്ടായിട്ട്. ഇവിടെ അതിനകത്ത് കുറച്ച് കൽപ്പനകൾ എടുത്തിട്ട് പൗലോസ് ഒന്നാക്കി. പഴയ നിയമത്തിലെ കൽപ്പനകളെല്ലാം രണ്ടായിട്ടാണ് യേശു കർത്താവ് പറഞ്ഞത്. നിന്റെ ദൈവമായ കർത്താവിനെ പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണ ആത്മാവോടും പൂർണ്ണ മനസ്സോടും പൂർണ്ണ ശക്തിയോടെ സ്നേഹിക്കുക, നിന്നെ പോലെ നിന്റെ അയൽക്കൂട്ടുകാരനെ സ്നേഹിക്കുക. ഈ 2 കൽപ്പനകളിലാണ് കർത്താവ് 10 കൽപ്പനകളെ ഒതുക്കിയത്. പൗലോസ് എന്ത് ചെയ്യുന്നറിയാം? അതായത് ദൈവത്തെ കുറിച്ചുള്ള സ്നേഹത്തിന്റെ വിഷയങ്ങൾ മാറ്റി വെച്ചിട്ട് ബാക്കി വിഷയങ്ങൾ എടുത്തു. എന്തൊക്കെയാണ്? വ്യഭിചാരം ചെയ്യരുത്, കൊല ചെയ്യരുത്, മോഷ്ടിക്കരുത്, അത്യാഗ്രഹം പാടില്ല, സഹോദരനെതിരെയുള്ള പാപങ്ങൾ. അത് മാത്രം എടുത്തിട്ട് ഒറ്റ ടൈറ്റിൽ കൊടുത്തു: യു ഷാൽ ലവ് യുവർ നെയ്ബർ ആസ് യുവർസെൽഫ്. അവനെ നിങ്ങളെ പോലെ തന്നെ സ്നേഹിക്കണം. ഒറ്റ കൽപ്പന കൊടുത്തിട്ട് എന്ത് ചെയ്യുന്നറിയോ? ബാക്കി എല്ലാ കൽപ്പനകളും അതിനകത്ത് പാക്ക് ചെയ്തു. അപ്പൊ ഇങ്ങനെ പാക്ക് ചെയ്ത് കഴിയുമ്പോൾ ഉണ്ടാകുന്ന പ്രോബ്ലം എന്ന് പറഞ്ഞാല് വളരെ പാടായി മാറുക. അനുസരിക്കാൻ പ്രയാസമായിട്ട് മാറും. വ്യഭിചാരം ചെയ്യരുത്, അനുസരിക്കാൻ എളുപ്പം. ബിക്കോസ് ദാറ്റ്സ് എ പ്രിസൈസ് ആക്ട് ഓഫ് കമ്മിറ്റിംഗ് അഡൾട്ടറി. വി ക്യാൻ എസ്കേപ്പ് ഫ്രം ദാറ്റ്. മോഷ്ടിക്കരുത്, മോഷണം ഇറ്റ്സ് എ പ്രിസൈസ് ആക്ട്. ഒരു പ്രത്യേക പ്രവൃത്തിയാണ്. അത് നമുക്ക് അതിനകത്ത് രക്ഷപ്പെടാം, ചെയ്യാതിരിക്കാം. ഓക്കെ. കൊല ചെയ്യരുത്, ദാറ്റ്സ് എ പ്രിസൈസ് ആക്ട്. ഒരിക്കൽ സംഭവിക്കുന്ന ഒരു പ്രത്യേക ഫൈനൈറ്റ് ആയിട്ടുള്ള ഒരു പ്രവൃത്തിയാണ്, നമുക്ക് ഒഴിവാക്കാം. യു ഷാൽ നോട്ട് കവറ്റ്. നിന്റെ കൂട്ടുകാരനുള്ളതിനെ നീ മോഹിക്കരുത്. ആ മോഹം, ദാറ്റ്സ് വൺ പർട്ടിക്കുലർ തിങ്, വൺ സിൻ ആണ് ആ മോഹം. എന്തിനുണ്ടെങ്കിലും നിങ്ങൾക്ക് മോഹം തോന്നിയാൽ ദാറ്റ്സ് എ പർട്ടിക്കുലർ പ്രിസൈസ് സിൻ. ബട്ട് സ്നേഹം അങ്ങനെയല്ല. ഈ പ്രിസൈസ് ആയിട്ടുള്ള കാര്യങ്ങൾ പറയുമ്പോൾ നമുക്ക് അനുസരിക്കാൻ എളുപ്പം. കം ഹിയർ, നമുക്ക് ചെല്ലാം. അനുസരണം ഈസ് ഈസി. ജംപ് 10 times, 10 പ്രാവശ്യം ചാട്. അനുസരിക്കാം. ബിക്കോസ് ദ കമാൻഡ്മെന്റ് ഈസ് എക്സ്പ്ലിസിറ്റ് ആൻഡ് പ്രിസൈസ്. അനുസരിക്കാം. നിങ്ങൾ 10 രൂപ വെച്ച് എല്ലാവർക്കും കൊടുക്കുക. ഓക്കെ, അനുസരിക്കാം. ദീസ് ആർ ഒബേയബിൾ.
പക്ഷെ when I am asked to love, the problem is precise ആയിട്ട് ആക്ട് അല്ല, അത് ഡിഫൈൻ ചെയ്യാൻ പറ്റില്ല. അത് ഭയങ്കര വൈഡ് ആയിട്ടുള്ള ഒരു ടേമാണ് ലവ് എന്ന് പറയും. ഒരു പ്രത്യേക പ്രവൃത്തിയല്ല സ്നേഹം, ഒരു ഫീലിംഗ്. ആ ഫീലിംഗ് ആത്മാവ് നമ്മുടെ ഉള്ളിൽ തരുന്ന വിശുദ്ധീകരണത്തിന്റെ പെർഫെക്ഷനെയാണ് നമ്മൾ ആ സ്നേഹം എന്ന് പറയുന്നത്. വേദപുസ്തകത്തിന്റെ ക്ലൈമാക്സ് എന്ന് പറയുന്ന ലവ് ആണ്. We enter into that vast eternal ocean of love when we are there with the Lord. ആ സ്നേഹത്തിന്റെ നിത്യ സമുദ്രത്തിലേക്കാണ് നമ്മൾ ചെല്ലുന്നത്. അത് മാത്രമല്ല, ഈ ലോകത്ത് നമ്മൾ ജീവിക്കുമ്പോൾ ക്രിസ്തുവിന്റെ ക്യാരക്ടർ നമ്മളിൽ വന്ന് നിറഞ്ഞ് 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 നിറഞ്ഞ്. ആ പത്രോസിന്റെ ലേഖനത്തെ രസകരമായിട്ട് ആ ക്രിസ്തുവിന്റെ ക്യാരക്ടർ, ദിവ്യ സ്വഭാവത്തിന്റെ കൂട്ടാളിത്തം സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് കാണിക്കുന്നു. വിശ്വാസത്തോട് വീര്യവും, ഓർമ്മയുണ്ടോ? വീര്യത്തോടുകൂടി പരിജ്ഞാനവും, പരിജ്ഞാനത്തോടുകൂടി ഇന്ദ്രിയം കൂടി 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 വന്ന് എല്ലാറ്റിനും പുറമെ സ്നേഹവും കൂടെ പറഞ്ഞു കഴിയുമ്പോഴേക്കും അതിന് താഴെയുള്ള നിയമങ്ങളെല്ലാം പൂർത്തിയായി. കാരണം ലവ് ഫുൾഫിൽസ് ദ കമാൻഡ്മെന്റ്സ് ഓഫ് ദ ലോർഡ്. അപ്പൊ നമുക്ക് യേശുക്രിസ്തുവിന്റെ സ്വഭാവത്തിന്റെ പങ്കാളിത്തം ഉണ്ടാകുന്നുണ്ടോ? നമ്മൾ ആ 2 പത്രോസിന്റെ 1-ാം അധ്യായം, മേ ബി ഇഫ് പോസിബിൾ വിൽ സീ ദാറ്റ് ബ്രീഫ്ലി ഓൺ ഫ്രൈഡേ. 2 പത്രോസിന്റെ 1-ാം അധ്യായം നമ്മൾ വായിക്കുമ്പോൾ അവിടെ ഈ വിശുദ്ധീകരണത്തിന്റെ സ്റ്റെപ്പുകൾ, വിശ്വാസത്തോട്ട് വീര്യം അതങ്ങനെ കൂടി 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 ലവ് എത്തിക്കഴിയുമ്പോഴേക്കും നമുക്ക് ഐ അണ്ടർസ്റ്റാൻഡ് വൺ തിങ്, ഞാൻ ദൈവികമായ ക്യാരക്ടറിന്റെ പങ്കാളിയാണ്. അത് ക്രിസ്തുവിന് മാത്രമുള്ള ഒരു പ്രത്യേകതയാണ് അഗപ്പെ എന്ന് പറയുന്നത്. താഴോട്ട് ഓക്കെ മാനേജബിൾ ആ മനുഷ്യൻ. But that agape, when the commandment becomes agape, നമ്മളോടുള്ള ദൈവത്തിന്റെ ആജ്ഞ തന്നെ സ്നേഹമായി മാറുമ്പോഴുള്ള പ്രോബ്ലം, അത് അബ്സ്ട്രാക്ട് ആൻഡ് അൺഡിഫൈനബിൾ. എന്തോരം വേണമെന്ന് എനിക്കൊരു പ്രത്യേക ആക്ടിൽ നിർവചിക്കാൻ പറ്റില്ല. അതിന്റെ ക്യാരക്ടറാണ്. അത് എന്തോരം ഉണ്ടെന്ന് ദൈവത്തിന് മാത്രമേ ജഡ്ജ് ചെയ്യാൻ പറ്റുള്ളൂ. അതോടെ എവറിത്തിങ് ബിക്കംസ് എ ബിറ്റ് സസ്പെൻഡഡ്. അനുസരിച്ചു എന്നുള്ളൊരു ഫീലിംഗ് ഉണ്ടാവില്ല. വ്യഭിചാരം ചെയ്യാത്തവർ കൈപൊക്ക്, എല്ലാവരും കൈപൊക്ക്. മോഷ്ടിക്കാത്തവർ കൈപൊക്ക്, എല്ലാവർക്കും കൈപൊക്കാം. പൊക്കമായിരിക്കും. എന്നാൽ അയൽക്കാരനെ നിന്നെ പോലെ തന്നെ സ്നേഹിക്കുന്നവർ കൈപൊക്ക്, ആരും കാണില്ല. Because that cannot be defined. God is the judge. God is the judge. ദൈവമാണ് അതിന് തീർപ്പ് വരുത്താൻ പറ്റുന്നയാൾ. എനിക്കറിയാൻ പറ്റില്ല. Did I love? I don't know. How much? I have no measure. എനിക്ക് അളക്കാൻ പറ്റത്തില്ല. അപ്പൊ ദൈവമാണ് ജഡ്ജ്. അവന്റെ മുമ്പിലാണ് നമ്മൾ നിൽക്കേണ്ടത്. അവന് നമ്മളെ അകം പുറം എല്ലാം അറിയാവുന്ന ദൈവമാണ്. അപ്പൊ ലവിനാൽ പെർഫെക്റ്റഡ് ആകാത്ത ഒന്നും ദൈവത്തിന് അക്സെപ്റ്റബിൾ അല്ല. അപ്പൊ എന്താ ചെയ്യാൻ പറ്റുന്നത്? നമുക്കൊരു മധ്യസ്ഥനെ, കർത്താവിനെ മാത്രം ആശ്രയിക്കാൻ പറ്റും. There is no other way, because law has become abstract, unobeyable, beyond my flesh. എന്റെ ബുദ്ധിക്ക് അപ്പുറത്തേക്ക് ചെന്നപ്പോഴേക്കും അവിടെ എനിക്ക് ആര് വേണം? ഒരു അഡ്വക്കേറ്റ് എനിക്ക് വേണം. എന്നെ സഹായിക്കുന്ന ഒരു സഹായകൻ വേണം. അതുകൊണ്ടാണ് കർത്താവ് പറഞ്ഞു, എന്നെ കൂടാതെ നിങ്ങൾക്ക് ഒന്നും ചെയ്യാൻ കഴിയും. അപ്പം 10 കൽപ്പനകളുടെ സെക്കൻഡ് പാർട്ട് നമ്മൾ നോക്കിയാൽ ദാറ്റ് സම්ഡ് ഇൻടു വൺ കമാൻഡ്മെന്റ്, ആൻഡ് ദാറ്റ് കമാൻഡ്മെന്റ് ഈസ് നീ നിന്റെ കൂട്ടുകാരനെ നിന്നെ പോലെ തന്നെ സ്നേഹിക്കണം എന്നുള്ള കമാൻഡ്മെന്റ്. ആ കമാൻഡ്മെന്റിലാണ് ഈ അപ്പോസ്തലിക ഉപദേശത്തിന്റെ അടിമത്തം. നിങ്ങൾ ഓർക്കുന്നുണ്ടോ? സ്ലേവറി ടു റൈച്ചസ്നെസ്. ആ നീതിയുടെ അടിമത്തം എക്സ്പ്രസ് ചെയ്യപ്പെടേണ്ടത് വ്യഭിചാരം ചെയ്യരുത് എന്നുള്ള നിയമത്തിന്റെ അടിമത്തം അല്ല, സ്നേഹം എന്ന നിയമത്തിന്റെ അടിമത്തം. സംതിങ് ദാറ്റ്സ് ബിയോണ്ട് മീ. നമുക്ക് കഴിയാത്ത അടുത്ത തരത്തിലുള്ള ഒരു നീതിയുടെ അടിമത്തം. ഹൗ ബ്യൂട്ടിഫുൾ. എന്റെ ജീവിതത്തിൽ ഞാൻ ബൈബിളിൽ ഏറ്റവും കൂടുതൽ ആനന്ദത്തോടെ കണ്ടുപിടിച്ചിട്ടുള്ളത് ഈ ഒരു കാര്യമാണ്. ദൈവം അവന്റെ നീതിയെ കുറിച്ച് പറയുമ്പോൾ മനുഷ്യർക്ക് ചിലപ്പോൾ തെറ്റിദ്ധാരണ ഉണ്ടാവും. മനുഷ്യർ വിചാരിക്കുന്നത് വലിയ കാര്യമാണോ എന്ന് ചിന്തിക്കും. പക്ഷെ ദൈവം അതിന്റെ ആന്തരികമായ അർത്ഥം വെളിപ്പെടുത്തുമ്പോൾ നമ്മളെല്ലാം നിസ്സഹായരായി പോകും. അപ്പൊ കർത്താവ് നമുക്ക് പകരം ഒരാളെ വെച്ച് ആ അനുസരണത്തെ പൂർത്തിയാക്കും. ഇതെല്ലാം അത്ഭുതകരമായ വെളിപ്പാടുകളാണ്. അപ്പോസ്തലന്മാരെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ they were shocked when they understood this. അവരത് കണ്ട് സന്തോഷിച്ചു. പ്രവാചകന്മാർക്ക് അറിയാമായിരുന്നു എന്തോ ഒരുക്കുന്നുണ്ട് കർത്താവ്, ഭയങ്കര മിറാക്കുലസ് ആയിട്ട് എന്തോ ഒന്ന്. അവരിതെല്ലാം ആരാഞ്ഞ് അന്വേഷിച്ച് ഇതിന്റെ ഡേറ്റ് എന്നായിരിക്കും ഇത് വരുന്നൊക്കെ അന്വേഷിച്ചു. അവർക്കാർക്കും പിടി. എന്നാൽ അത് പിടികിട്ടിയത് നമ്മുടെ അപ്പോസ്തലന്മാർക്കാണ്. They were so happy, ready to die for that പരിജ്ഞാനം. അവന്റെ പരിജ്ഞാനത്തിന്റെ ശ്രേഷ്ഠ നിമിത്തം എന്തും ഉപേക്ഷിക്കാൻ തയ്യാറാകുന്ന അത്ര ബ്യൂട്ടിഫുൾ ആയിരുന്നു സുവിശേഷത്തിന്റെ പരിജ്ഞാനം എന്ന് പറയുന്നത്. How love perfects everything.
ഇവിടെ പറയുന്നത് 10ാം വാക്യം പറയാണ്, ലവ് ഡസ് നോ റോങ് ടു എ നെയ്ബർ. സ്നേഹം പൂർണ്ണമാണെങ്കിൽ അത് സഹോദരനെതിരെ ഒരു തിന്മയും പ്രവർത്തിക്കുന്നില്ല. അപ്പൊ വ്യഭിചാരം ചെയ്യുക എന്നുള്ളൊരു ഇഷ്യൂ വരുന്നില്ല, മോഷ്ടിക്കുക എന്നുള്ളൊരു ഇഷ്യൂ വരുന്നില്ല, കൽപ്പനകളൊന്നും ലംഘിക്കുക എന്നുള്ളൊരു ഇഷ്യൂ വരുന്നില്ല. കാരണം ഐ ആം ബീങ് പെർഫെക്റ്റഡ് ഇൻ ദ ലവ് ഓഫ് ദ ലോർഡ്. അപ്പൊ ശരിക്കും സാന്റിഫിക്കേഷനിലൂടെ അല്ലാതെ, വിശുദ്ധീകരണത്തിലൂടെ അല്ലാതെ, യേശു ക്രിസ്തുവിന്റെ സ്വഭാവത്തിന്റെ പങ്കാളിത്തത്തിലൂടെ അല്ലാതെ നമുക്ക് ഈ സബ്മിഷനും നടക്കില്ല, സ്നേഹവും നടക്കില്ല, ഒന്നും നടക്കില്ല. ക്രിസ്തു നമ്മുടെ ഹൃദയത്തിൽ വസിക്കാതെ നടക്കില്ല. So we are all waiting for a sanctification, a beautiful experience of Christ's character and his excellences. 11ാം വാക്യം. Besides this, you know the time, the hour has come for you to wake from sleep. അതുകൊണ്ട് പ്രിയ സഹോദരങ്ങളെ, കൽപ്പന കഠിനമായതുകൊണ്ടും അത് സ്നേഹമായതുകൊണ്ടും നിങ്ങൾ ഉറങ്ങുന്നത് നിർത്തിയേ പറ്റും. ഉറങ്ങുന്നവര് എഴുന്നേക്കണം. കാരണം വലിയ കൽപ്പന നമ്മുടെ മുമ്പിലുണ്ട്, ഓട്ടം ഓടി തീർക്കാനുണ്ട്. For salvation is nearer to us now than when we first believed. അതായത് നമ്മൾ ആദ്യം വിശ്വസിച്ച ദിവസത്തെ വെച്ച് നോക്കിയാൽ നമുക്കത് വളരെ എളുപ്പത്തിൽ മനസ്സിലാക്കാം. നമ്മൾ വളരെ അടുത്തേക്ക്, നിത്യതയുടെ വളരെ അടുത്തേക്ക്, ഇറ്റേണൽ കോളിന്റെ തൊട്ടടുത്ത് നിൽക്കുകയാണ്. അതുകൊണ്ട് ഉറക്കം എഴുന്നേക്ക്, വണ്ടി എത്തി, സ്റ്റേഷനിൽ എത്തിക്കഴിഞ്ഞു എഴുന്നേക്ക് എന്ന് പറയുന്ന ആ ശബ്ദം ഏത് സമയത്തും കേൾക്കാവുന്ന ഒരവസ്ഥയിലാണ് നമ്മളുള്ളത്. സോ ഡോണ്ട് സ്ലീപ്, വേക്ക് അപ്പ്. നിങ്ങൾ എന്നോട് ചോദിക്കാം, 2000 വർഷം മുമ്പ് എഴുതിയ പുസ്തകമാണല്ലോ അല്ലേ ഇത്? എന്നാ പൗലോസ് ഇത് പറഞ്ഞ് എഴുന്നേറ്റോ വണ്ടി എത്തിയ സ്റ്റേഷനിൽ നിന്ന് എപ്പോഴാണ് പറഞ്ഞത്? വണ്ടി എത്തി സ്റ്റേഷനിൽ നിങ്ങൾ എഴുന്നേക്ക, ഉറക്കം നിർത്ത, എഴുന്നേക്കാന്ന് എപ്പോഴാണ് പറഞ്ഞത്? 2000 ആണ്ട് മുമ്പ്. വണ്ടി എന്ത് ചെയ്യും? പ്രിയ സഹോദരങ്ങളെ, AD 30 തോന്നുന്നു ഏകദേശം, കർത്താവിന്റെ മരണത്തിന് ശേഷം, പുനരുത്ഥാനത്തിന് ശേഷം, ആത്മാവ് വന്ന ശേഷം ഉള്ള എല്ലാ കാലഘട്ടവും ഇങ്ങനെ ഒരു റെഡിനെസിന്റെ കാലഘട്ടമാണ്. അന്ത്യകാലമാണ്. അന്ന് തൊട്ട അന്ത്യകാലം, അന്ന് തൊട്ട് കാത്തിരിപ്പാണ്. അത് ഇങ്ങനെ കാത്തിരിക്കുന്നത്. എങ്ങനെയാ പൗലോസ് പറയുന്നത്? The night is far gone. രാത്രി കഴിഞ്ഞു പോകാറായി. And the day is at hand. ആ പ്രഭാതം, കർത്താവ് നമ്മളെ നയിക്കാൻ പോകുന്ന ആ പ്രഭാതം തൊട്ടടുത്തെത്തിയിരിക്കും. അതുകൊണ്ട് നമ്മളെ ആരും എന്ത് ചെയ്യരുത്? ഉറങ്ങരുത്. അപ്പൊ അതിനർത്ഥം 2000 ആണ്ടായിട്ട് ജനസഭ എന്ത് ചെയ്യണമായിരുന്നു? ഉറങ്ങാതെ നോക്കിയിരിക്കണമായിരുന്നു. ഇതിനെല്ലാം കിടന്ന് ഉറങ്ങി. ആൾക്കാരൊക്കെ ഒന്ന് കുത്തി എഴുന്നേപ്പിക്കും, ഇടയ്ക്കിടയ്ക്കൊക്കെ ഒന്ന് കുത്തി എഴുന്നേപ്പിക്കും, പിന്നെയും കിടന്ന് ഉറങ്ങും. അപ്പോസ്തലനായ പൗലോസ് അന്ന് കുത്തി എഴുന്നേൽപ്പിച്ചെങ്കിൽ ഇന്നും ദൈവം അവന്റെ ദാസന്മാരെ വിട്ട് ഓരോരുത്തർ എഴുന്നേൽപ്പിക്കുന്നുണ്ട്. കുത്തി എഴുന്നേൽപ്പിക്കുക, എഴുന്നേക്കടാ, സമയമായി എന്ന് പറഞ്ഞ് എഴുന്നേൽപ്പിക്കുന്ന ഒരു കാഴ്ചയാണ് നമ്മൾ കാണുന്നത്. Okay. So then let us cast off the works of darkness and put on the armor of light. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ രാത്രി ചെയ്യുന്ന പ്രവൃത്തികൾ, ഈ രാത്രി എന്ന് പറഞ്ഞാൽ രാത്രി 10 മണിക്ക് ശേഷം എന്നുള്ള അർത്ഥത്തിലല്ല ഉദ്ദേശിക്കുന്നത്. മറ്റുള്ളവർ കാണാതെ നമ്മൾ രഹസ്യമായി ചെയ്യുന്ന പ്രവൃത്തി, ആ പ്രവൃത്തികളാണ് നമ്മൾ ഇരുട്ടിന്റെ പ്രവൃത്തികൾ എന്ന് പറയുന്നത്. ഇരുട്ട് ഒരു രഹസ്യമാണ്, രഹസ്യം ഒരു ഇരുട്ടാണ്. സ്വകാര്യത എല്ലാവർക്കും ആവശ്യമാണ്. നമ്മുടെ പ്രൈവറ്റ് റൂമിൽ ചിലപ്പോൾ നമുക്കൊരു സ്വാതന്ത്ര്യം വേണമായിരിക്കാം. സ്വകാര്യത, ആരും എത്തി നോക്കാത്ത ഒരു പ്രൈവറ്റ് റൂം നമുക്ക് വേണമായിരിക്കാം. പക്ഷെ അതേ സമയത്ത് ഒരു രഹസ്യം നമുക്ക് ആവശ്യമില്ല. We don't need a secret thing. We may need some privacy, but no one needs a secrecy. സീക്രസി എന്ന് പറയുന്ന സാധനം, രഹസ്യം, നിങ്ങൾ അടിമകളാണെന്ന് വീണ്ടും തെളിയിക്കാൻ. കാരണം നിങ്ങൾ മറ്റുള്ളവരിൽ നിന്ന് രഹസ്യമായി വെക്കുന്ന എന്തെങ്കിലും ഒരു കാര്യം ഉണ്ടെങ്കിൽ യു ആർ എ സ്ലേവ് ടു ഇറ്റ്. അതിനോട് നിങ്ങളൊരു അടിമയാണ്. അതുകൊണ്ടാണ് ഇത് രഹസ്യമായിട്ട് വെച്ചത്. എവറി ഹിഡൻ തിങ് ഈസ് യുവർ മാസ്റ്റർ. കാൽക്കുലേറ്റ് ചെയ്ത് നോക്കി. നിങ്ങൾ പണം ഭാര്യയെ കാണിക്കാതെ മാറ്റി വെച്ചിട്ടുണ്ടോ? ഭർത്താവിനെ കാണിക്കാതെ മാറ്റി വെച്ചിട്ടുണ്ടോ? യു ആർ എ സ്ലേവ് ടു ഇറ്റ്. നിങ്ങൾ അതിന്റെ ഒരു അടിമയാണ്, നിഷേധിച്ചാലും ഇല്ലെങ്കിലും. You have hidden something from your spouse, you are a slave to it. രക്ഷപ്പെട്ടോളൂ, because time is at hand.
നമുക്ക് ഇതിലൊന്നും വ്യാപരിക്കാൻ ഇനി സമയമില്ല. വി ഹാവ് ഓൺലി ലിമിറ്റഡ് ടൈം. കേൾപ്പാൻ ചെവിയുള്ളവർ കേൾക്കട്ടെ. കാരണം ദൈവത്തിന്റെ ശബ്ദം നമ്മോട് സംസാരിക്കുന്നത് എപ്പോഴും ഈ 2000 വർഷം സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് ഉറങ്ങരുത്, ഉറങ്ങിപ്പോകരുത്, നീതിയെക്കുറിച്ച് ബോധമില്ലാത്തവരാകരുത്, ഇരുളിന്റെ പ്രവൃത്തികളിൽ നിന്ന് മാനസാന്തരപ്പെടുക, രഹസ്യങ്ങളിൽ നിന്ന് രക്ഷപ്പെടുക, ദൈവത്തിന്റെ പ്രകാശം നിങ്ങളുടെ മേൽ, സൂര്യൻ ഉദിച്ചു വരുമ്പോൾ ആ പ്രകാശം നിങ്ങളുടെ മേൽ ഉദിക്കട്ടെ. ഇത്ര മനോഹരമായിട്ടാണ് ഇത് തന്നെ 2 പത്രോസിന്റെ 2-ാം അധ്യായത്തിൽ നമുക്ക് കാണാൻ പറ്റും. ഡേ ബ്രേക്ക് വരാൻ പോകുന്നു. നമ്മൾ ആ പുതിയ പ്രഭാതം ഉയരുന്നത് വരെ, ആ സൂര്യൻ ഉദിക്കുന്നവരെ ഈ പ്രവചനം, യേശുവിന്റെ വരവിനെ കുറിച്ചുള്ള പ്രവചനം എന്ന വെളിച്ചം നമ്മുടെ ഉള്ളിൽ കത്തി നിൽക്കട്ടെ. ആ രഹസ്യങ്ങളെല്ലാം ആ വെളിച്ചത്തിന്റെ ആർമർ, ആയുധവർഗം ധരിക്കുമ്പോൾ ഇല്ലാതായി പോവാം. Let us walk properly as in the daytime, not in orgies and drunkenness, not in sexual immorality and sensuality, not in quarreling and jealousy. ഈ ജലസിയും ക്വാറലിയും വഴക്കുണ്ടാക്കുന്ന സ്വഭാവം, ലൈംഗിക പാപങ്ങൾ, ഇതൊന്നും പരസ്യമായിട്ട് ആരും ചെയ്യുന്നതല്ല, എല്ലാം രഹസ്യമാണ്. നിങ്ങൾക്ക് നിങ്ങളുടെ വീട്ടുകാർ, അടുത്ത അയൽവക്കത്തുള്ളവരോട് അസൂയുള്ളത് അവർക്കറിയാവോ? ഇല്ലല്ലോ. സീക്രട്ട് അല്ലേ? സീക്രട്ടാണ്. രാത്രിയുടെ പ്രവൃത്തികൾ എന്ന് പറയുന്നത് മുഴുവൻ സീക്രട്ടാണ്. അതിനകത്ത് ലൈംഗിക പാപങ്ങളുണ്ട്. അതുകൂടാതെ ഈ അസൂയ, കുശുമ്പെന്നില്ലെന്ന് തോന്നുന്നില്ലേ, ക്വാറലിംഗ് എന്നാണ്, വഴക്കുണ്ടാക്കുന്ന സ്വഭാവം. അതുപോലെ അസൂയ, ഇതെല്ലാം ഉണ്ടാകുന്നത് ഇരുട്ടിന്റെ പ്രവണതകളിൽ നിന്നാണ്. നമ്മൾ വെളിച്ചത്തിന്റെ സർവായുധ വർഗം ധരിക്കാത്തത് കൊണ്ടാണ്, വെളിച്ചം നമ്മൾ പ്രിയപ്പെടാത്തത് കൊണ്ടാണ് അങ്ങനെ സംഭവിക്കുന്നത്. ഓക്കെ. But put on the Lord Jesus Christ. അപ്പൊ എന്ത് ധരിക്കണം? നമ്മൾ രഹസ്യങ്ങളെല്ലാം പോകണമെങ്കിൽ എന്ത് ധരിക്കണം? നമ്മുടെ ഉള്ളിലുള്ള ഇരുട്ട് മാറണമെങ്കിൽ എന്ത് ധരിക്കണം? ക്രിസ്തുവിനെ നമ്മൾ ധരിക്കണം. ബിക്കോസ് ഹി ഈസ് ലൈറ്റ്. വെളിച്ചത്തിന്റെ സർവായുധ വർഗം നമ്മൾ ധരിക്കണം. ആർമർ ഓഫ് ലൈറ്റ്. എന്നിട്ട് പൗലോസ് പറയാണ്, ആർമർ ആരാ? യേശു ക്രിസ്തു തന്നെയാണ്. When you are putting him on, all the secrecies will go. രഹസ്യങ്ങളെല്ലാം, don't entertain your secrecies. ഓക്കെ. അതിനെ നിങ്ങൾ താലോലിക്കരുത്, അതിന് നിങ്ങൾ അവസരം കൊടുക്കരുത്. Whatever is done secretly shall one day be pronounced from the rooftop. അപ്പൊ ക്രിസ്തുവിനെ ധരിക്കുമ്പോൾ എന്ത് സംഭവിക്കും? നമ്മുടെ അകത്തുനിന്നുള്ള ഇൻസെക്യൂരിറ്റീസ്, ഫിയർ, ലസ്റ്റ്, ഇതെല്ലാം എടുത്തു കളയാൻ യേശുവിനെ ധരിക്കുന്നത് വഴി കാണാൻ. അപ്പൊ നമ്മളൊരു കാര്യം മനസ്സിലാക്കേണ്ടത്, ഈ റോമാലേഖനത്തിൽ പറയുന്ന ആദ്യത്തെ 11 അധ്യായങ്ങളിൽ നമ്മൾ കണ്ട പത്യോപദേശവും പിന്നീട് കാണുന്ന ധർമ്മോപദേശവും നമ്മൾ ശ്രദ്ധിക്കുമ്പോൾ നമുക്ക് ഒരു കാര്യം മനസ്സിലാക്കാൻ പറ്റുന്നത്, ഈ ധർമ്മോപദേശം എന്ന് പറയുന്നതും പത്യോപദേശം തന്നെയാണ്. ഇങ്ങനെ ജീവിക്കുക, അങ്ങനെ ജീവിക്കുന്ന പറഞ്ഞ് ഏൽപ്പിക്കുമല്ല. ക്രിസ്തു നമ്മളിൽ വസിച്ച്, ക്രിസ്തുവിന്റെ ജീവൻ നമ്മളിൽ വ്യാപരിച്ച്, ആ വിശുദ്ധീകരണം പ്രാപിച്ച്, ഇരുട്ടിന്റെ പ്രവൃത്തികളിൽ ജയിച്ച് അതിന് മുകളിൽ ആധിപത്യം എടുക്കുന്നതിനെ കുറിച്ചാണ് ഈ വാക്യങ്ങൾ നമ്മളെ പഠിപ്പിക്കുന്നത്. കാരണം സമയം വളരെ അടുത്തെത്തി. 2 പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് 13-ാം അധ്യായത്തിലുള്ളത്. ഇതെല്ലാം നിങ്ങൾ മറന്നുപോകും. പക്ഷെ വീണ്ടും വീണ്ടും ഓർക്കണമെങ്കിൽ റീഡ് ദിസ് സ്ക്രിപ്ചർ വൺസ് അഗൈൻ. ഒന്ന് സബ്മിഷനാണ്. ദാറ്റ് വി ഷുഡ് ലേൺ ആസ് എ ഡിസിപ്ലിൻ. നമ്മളൊരു തീരുമാനം എടുക്കുന്നത് നല്ലതാണ്. തീരുമാനത്തിൽ നിങ്ങൾ ജയിക്കുന്നല്ല അർത്ഥം. ഒറ്റ തീരുമാനമുള്ളൂ. പ്രാക്ടീസ്. ഐ വിൽ പ്രാക്ടീസ് സബ്മിഷൻ. സീ ഹൗ മച്ച് ഐ ക്യാൻ സബ്. ദാറ്റ്സ് എ ഗുഡ് ഡിസിപ്ലിൻ. തീരുമാനമെടുത്ത് വിശുദ്ധരാകാനൊന്നും ആരെക്കൊണ്ടും പറ്റില്ല. ബട്ട് വി ക്യാൻ സ്റ്റാർട്ട് എ പ്രാക്ടീസ്. ദൈവം നമ്മളെ അതിനായിട്ട് സഹായിക്കും. 2, ഇരുട്ടിന്റെ പ്രവൃത്തികളെ ഉപേക്ഷിച്ച് കർത്താവിനെ ധരിച്ചാൽ രഹസ്യങ്ങളില്ലാത്ത ഒരു ജീവിതം, സീക്രസികളില്ലാത്തൊരു ജീവിതം നമുക്കുണ്ട്. ചിന്തകളിലൊക്കെ പലതൊക്കെ വരുമായിരിക്കാം. പതുക്കെ നമ്മുടെ ഹൃദയം ശുദ്ധീകരിക്കപ്പെടുമ്പോൾ ചിന്തകൾ മാറും, വിശുദ്ധമാകും. ചിന്തകൾ വിശുദ്ധമാകുമെന്ന് എങ്ങനെ അറിയാമെന്നറിയാം? നമ്മുടെ സ്വപ്നങ്ങൾ നന്നാകാൻ തുടങ്ങും. അതോടുകൂടിയാണ് ചിന്തകൾ നന്നായി നമുക്ക് മനസ്സിലാക്കുന്നത്. സോളിന്റെ വിശുദ്ധീകരണം നമ്മുടെ സ്വപ്നങ്ങളിൽ നിഴലിടും. വി വിൽ സ്റ്റാർട്ട് സീയിങ് ഡിവൈൻ ഡ്രീംസ്. അത് ദൈവാലോചന ഒന്നും അല്ല കേട്ടോ, നമ്മളെ ആശ്വസിപ്പിക്കുന്ന, സന്തോഷിപ്പിക്കുന്ന ആ സോൾ അനുഭവങ്ങളെ കുറിച്ച് ഞാൻ പറയുന്നത്. സോൾ, സ്വപ്നം കംസ് നോട്ട് ഫ്രം ദ സ്പിരിറ്റ്. സ്വപ്നം ഈസ്
എ സോൾ ഫങ്ഷൻ. പ്രാണന്റെ ഒരു ഫങ്ഷനാണ് സ്വപ്നം. അത് വിശ്വാസിക്കും അവിശ്വാസിക്കും ഉണ്ട്. അവിശ്വാസികളുടെ സ്വപ്നങ്ങളും അത്ഭുതകരമായി നിറവേറുന്നുണ്ട്, വിശ്വാസികളുടെയും ചിലതൊക്കെ അത്ഭുതകരമായി നിറവേറുന്നുണ്ട്. ബട്ട് ദാറ്റ് സം ഓപ്പറേഷൻസ് ഇൻ ദ സോൾ ലെവൽ, അത് ആത്മീകമായ ഒരു കാര്യമല്ല. എന്നാൽ ചില സമയത്ത് ദൈവം നമ്മുടെ ബുദ്ധിയൊക്കെ നഷ്ടപ്പെട്ട് പ്രായമാകുന്ന ഒരു അവസ്ഥയിൽ, അല്ലെങ്കിൽ ആത്മാവിന്റെ അധിവാസം ഇല്ലാത്ത ആളുകൾക്ക് സ്വപ്നങ്ങളിലൂടെ സംസാരിക്കാറുണ്ട്. അതുകൊണ്ടാണ് വൃദ്ധന്മാർ സ്വപ്നങ്ങളെ കാണും എന്ന് എഴുതിയിരിക്കുന്നത്. അതുകൊണ്ടാണ് ഹെറോദാവിന്റെ അവിടെ ചെന്ന ഈ 3 വിദ്വാൻമാര് സ്വപ്നം കണ്ടത്, യോസേഫ് സ്വപ്നം കണ്ടത്. They were not led completely by the indwelling spirit. ആ ഇൻഡ്വെല്ലിംഗ് സ്പിരിറ്റ് നമ്മുടെ ഉള്ളിലുണ്ടെങ്കിൽ എല്ലാ സമയത്തും ആത്മാവ് നമ്മുടെ ആത്മാവിനോട് പറയുന്നത് ആ ശബ്ദം നമ്മൾ കേൾക്കണം. ദാറ്റ്സ് ട്രൂ ലിസണിങ് ടു ദ ലോർഡ്. ഞാനിത് പറഞ്ഞു വന്നത്, നമ്മുടെ ദേഹിയുടെ വിശുദ്ധീകരണം എന്ന് പറയുന്നത് ഈസ് പെർഫെക്റ്റഡ് when we understand we don't have even bad dreams. അത്രയൊക്കെ നടക്കുന്നതിന് മുമ്പ് നമ്മൾ സ്വർഗത്തിൽ ചെല്ലുമായിരിക്കും. പക്ഷെ അങ്ങനെ ഒരു ടാർഗറ്റ് ഉണ്ട്. ഓക്കെ, let's go to the 14th lesson. ഈ 14th ലെസണിനകത്ത് നമ്മൾ പഠിക്കേണ്ട ഒരൊറ്റ പ്രധാനപ്പെട്ട ഭാഗം അത് ഞാനൊന്ന് മാർക്ക് ചെയ്യാം. നമ്മുടെ സഹോദരങ്ങൾ തമ്മിലുണ്ടാകുന്ന പ്രശ്നങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? പെർമിസിബിൾ, പ്രോഫിറ്റബിൾ, ഈ 2 വാക്കുകൾ ശ്രദ്ധിച്ചാൽ നമുക്ക് ഒത്തിരി വഴക്കുകൾ ഒഴിവാക്കാം. 14-ാം അധ്യായം ഇതാണ് എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. റോമാലേഖനം 14-ാം അധ്യായത്തിന് കൊരിന്ത് ലേഖനം 1 കൊരിന്ത്യ ലേഖനവുമായിട്ട് വളരെ ആഴമുള്ള ബന്ധമാണ്. സെയിം കാര്യങ്ങളാണ് അവിടെ മാറുന്നത്. അതായത് എന്താണ് നമുക്ക് പ്രോഫിറ്റബിൾ ആയിട്ടുള്ളത്? ആദ്യത്തെ 13 1 to 13 അധ്യായങ്ങളിലും ഈ പ്രോഫിറ്റബിൾ ആയതിന്റെ കാര്യം നമ്മൾ സംസാരിച്ചിട്ടുണ്ട്. കാതലായ ദൈവിക സത്യം. എന്നാൽ ഇതുമായിട്ടൊന്നും ഒരു ബന്ധവുമില്ലാത്ത നമ്മുടെ കോമൺ മൊറാലിറ്റി, സന്മാർഗ ബോധം അല്ലെങ്കിൽ സംസ്കാരം, ഇതുമായിട്ട് ബന്ധപ്പെട്ട് പെർമിസിബിൾ ആയിട്ടുള്ള കാര്യങ്ങളുണ്ട്. അതിനെ ചൊല്ലി നിങ്ങൾ വഴക്കുണ്ടാക്കരുത്. ഇവിടെ പൗലോസ് ഔട്ട്ലൈൻ ചെയ്യുന്ന ഒന്നാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ ഫുഡ്. രണ്ടാമത്തെ കാര്യം ഡിഫറെന്റ് ഡേയ്സ്. പിന്നെ ഇങ്ങനെയുള്ള പല കാര്യങ്ങളുണ്ട്. നമുക്ക് ഇപ്പോഴും വേണമെങ്കിൽ പല കാര്യങ്ങളതിനകത്ത് ആഡ് ചെയ്യാം. നമുക്ക് ഫുഡ് എന്നുള്ളൊരു വിഷയം എടുക്കാം. പൗലോസ് പറയാണ്, എന്തും കഴിക്കാൻ നമുക്ക് സ്വാതന്ത്ര്യമുണ്ട്, ഇല്ലേ? സ്വാതന്ത്ര്യമുണ്ട്, എന്ത് വേണമെങ്കിലും കഴിക്കാം. പന്നി കഴിക്കാമോ പാസ്റ്ററെ? കഴിക്കാം, നോ പ്രോബ്ലം. സ്തോത്രം ചെയ്ത് ലോകത്തിലുള്ള എന്ത് കഴിക്കാം. യാതൊരുവിധ ആചാരപരമായ ശുദ്ധീകരണ നിയമങ്ങളും പുതിയ നിയമത്തിൽ ആവർത്തിക്കപ്പെടുന്നില്ല. ആചാരപരമായ യാതൊരുവിധ ശുദ്ധീകരണ വചനങ്ങളും. കാരണം തന്നെയുമല്ല, കർത്താവ് പറഞ്ഞ വേറൊരു കാര്യമുണ്ട്. ഹൃദയം നിറഞ്ഞ് കവിഞ്ഞാണ് അതരങ്ങൾ സംസാരിക്കുന്നത്. വയറ്റിലേക്ക് അകത്തേക്ക് പോകുന്നതല്ല, അകത്തുനിന്ന് വെളിയിലോട്ട് വരുന്നതാണ് മനുഷ്യന്റെ മലിനമാണ്. സോ എവ്രിതിങ് ഈസ് പെർമിറ്റഡ്. ഈ ഫുഡിനകത്ത് ഒത്തിരി കാര്യങ്ങളുണ്ട്. ഐഡൽസിന് കൊടുത്ത ഫുഡിനെ കുറിച്ചുണ്ട്. ഇതൊക്കെ കൊരിന്തിലെ സഭയില് പ്രത്യേകമായിട്ട് എഴുതിയിട്ടുണ്ട്. ഗെയിംസ്, ചില ആൾക്കാർ കളിക്കാൻ പോകുന്നത് ശരിയാണോ ചോദിച്ചിട്ടുണ്ട്.
സിനിമ കാണുന്നത് ശരിയാണോ എന്ന് ചോദിച്ചിട്ടുണ്ട്. ഇങ്ങനെ അനേകം കാര്യങ്ങളുണ്ട്. ഇവിടെ എല്ലാം നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്. പെർമിഷൻസിനെ അല്ല നോക്കേണ്ടത്, പ്രോഫിറ്റ് ഉണ്ടോ എന്നാണ് നോക്കേണ്ടത്. വി നീഡ് ടു സീ ഇഫ് സംതിങ് ഈസ് പ്രോഫിറ്റബിൾ ഫോർ us. പ്രോഫിറ്റ് ഇല്ലേ, പ്രയോജനമൊന്നുമില്ലേ, ആത്മീക വർധനയൊന്നുമില്ലേ, ആ കാര്യം വിട്ടേക്ക്. There is no use for it. ഓക്കെ, ഇനി ഗെയിംസ് കളിക്കുന്ന ഒരുത്തിനെ കാണുന്നു. ഓക്കെ, ഈ കാര്യം നമുക്കങ്ങ് വിടാം. കാരണം അത് ഇത്തിരി സീരിയസ് ആണ്. കാരണം നമ്മുടെ പ്രാണനെ കൂടെ ബാധിക്കുന്ന വിഷയമാണ്, സ്വാധീനങ്ങൾ. പക്ഷെ ഈ ഗെയിംസ് കാണുന്ന ഒരാളെ കാണുന്ന, നിങ്ങൾ ഒരു പിള്ളേരെ ഫുട്ബോൾ കളിക്കാൻ പോകുന്നതിന് എന്താ തോന്നുന്നത്? ഒരു വിശ്വാസിയുടെ മകൻ ഫുട്ബോൾ, അയ്യോ ഇവനിരുന്ന് പ്രാർത്ഥിച്ച് ബൈബിൾ വായിച്ചുകൊണ്ടിരിക്കേണ്ട സമയത്ത് ഇവൻ ഫുട്ബോളും കളിച്ച് ഗ്രൗണ്ടിൽ കൂടെ നടക്കുവാണല്ലോ കർത്താവ്, അങ്ങനെ തോന്നോ? പണ്ട് അങ്ങനെ തോന്നുമായിരുന്നു, ഇപ്പൊ അത്ര അങ്ങോട്ട് തോന്നുന്നില്ല. ഫുഡിന്റെ കാര്യം എടുത്ത് നോക്കി. ചിലർ പറഞ്ഞു അവൻ, അന്നത്തെ കാലത്ത് ഏറ്റവും വലിയ പ്രശ്നമായിരുന്നു, ഈ അമ്പലങ്ങളില് മൃഗങ്ങളെ ഇറക്കും, ബലി അർപ്പിക്കും. അപ്പൊ അതിന്റെ ഫുഡ് മാംസം കഴിക്കുന്ന ആൾക്കാരുണ്ട്. അപ്പൊ മാംസം കഴിക്കാത്ത, അത് വേണ്ട, അരുത് എന്ന് വിചാരിക്കുന്ന ബലഹീനരായ ആൾക്കാരുണ്ട്. എന്ന് പറഞ്ഞാൽ അവിടെ എഴുതിയിരിക്കുന്നത്, ബലമില്ലാത്തവൻ, അവന് പേടിയാണ്, അതുകൊണ്ട് അവൻ സസ്യങ്ങളെ മാത്രം തിന്നുന്നു. ബലമുള്ളവൻ എന്ത് കഴിച്ചാലും എനിക്ക് ഒന്നും സംഭവിക്കുന്നില്ല എന്ന് വിചാരിച്ച് എന്ത് ചെയ്യുന്നു? ഇറച്ചിയും മീനും വായി വരുന്ന എല്ലാം തിന്നുന്നു. എന്നിട്ട് പറയാണ്, തിന്നുന്നവനെ തിന്നാത്തവൻ വിധിക്കരുത്. ഐഡൽസിനുള്ളതല്ല കേട്ടോ, ദാറ്റ്സ് ബാൻഡ്, കംപ്ലീറ്റ്ലി ബാൻഡ്. ആഹാര കാര്യത്തിൽ യാതൊരുവിധ പ്രമാണവും കൊണ്ടുവരരുത്. Because God has blessed human beings with the freedom to eat whatever they like. എന്താഹാരവും നമുക്ക് കഴിക്കാം, സ്തോത്രത്തോടെ കഴിക്കണമെന്നേ ഉള്ളൂ. വിഗ്രഹാർപ്പണത്തെ കുറിച്ച് എന്താ കൊരിന്ത്യർ ലേഖനത്തിൽ പറയുന്നത്? ഒരു മനുഷ്യൻ നിങ്ങളുടെ മുമ്പിൽ ആഹാരം വിളമ്പി തന്നു, നിങ്ങൾ ധൈര്യമായിട്ടത് കഴിച്ചോ, അത് വിഗ്രഹത്തിന് കൊടുത്താണോ എന്ന് ചോദിക്കണ്ട അങ്ങോട്ട്. പക്ഷെ അവൻ പറയുകയാണ് ഇത് വിഗ്രഹത്തിന് കൊടുത്താന്ന് പറഞ്ഞാൽ അവൻ നിമിത്തവും മനസാക്ഷി നിമിത്തവും കഴിക്കരുത്. കാരണം അത് അവനെ പ്രോത്സാഹിപ്പിക്കുന്ന പോലെയാവും. വിഗ്രഹം കൊണ്ട് ഏതുമില്ല. ഓക്കെ, ഇനി ഡിഫറെന്റ് ഡേയ്സ് എന്നുള്ള കൺസെപ്റ്റ് നോക്കിയാൽ, ഈ ഡിഫറെന്റ് ഡേയ്സ് എന്ന് പറഞ്ഞാൽ ചില ആൾക്കാർക്ക് ആണ്ടർതി യോഗം നിർബന്ധമാണ്. എന്നാൽ വേറെ ചില ആൾക്കാർ പറയാം എല്ലാ ദിവസവും ഒരുപോലെയാണ്, ആണ്ടർതി യോഗം നടത്താൻ പാടില്ല, കാലങ്ങളെ നോക്കിയൊന്നുമല്ല നമ്മൾ ജീവിക്കുന്നത്, നമുക്ക് ഇന്നലെ ഇന്ന് നാളെ ഒന്നുമില്ല, എല്ലാ ദിവസവും കർത്താവാണ് തന്നത്. വെരി ഗുഡ്. പക്ഷെ ഇതിന്റെ പേരിൽ സഹോദരൻ ഇടർച്ച വരുത്തി എങ്ങനെ ഉണ്ടാവും? നിങ്ങൾക്ക് ആ രാത്രിയിൽ ഒന്ന് ഇരുന്ന് കൊടുത്താൽ എന്നാ കുഴപ്പം? എന്തെങ്കിലും സംഭവിക്കുമോ? എന്തായാലും ദൈവത്തെ സ്തോത്രം ചെയ്യുന്നില്ലേ ഉള്ളൂ. എക്സാമ്പിൾ പറഞ്ഞു, ചില ആൾക്കാർ ബർത്ത്ഡേ ആഘോഷിക്കും. വേറെ ചിലർ പറയും അവര് ബർത്ത്ഡേ ആഘോഷിച്ച് അതൊന്നും ആത്മീയമല്ല ബ്രദറെ, ബർത്ത്ഡേ ഒന്നും ആഘോഷിക്കാൻ പാടില്ല. ചില ആൾക്കാർ ചില ദിവസങ്ങളെ കൂടുതൽ വിശുദ്ധിയുള്ളവരായി കാണുന്നു, കണ്ടോട്ടെ, ഡോണ്ട് ക്വാറൽ. ഇപ്പോൾ പൗലോസ് ഇവിടെ പറയുന്ന വലിയ വലിയ സത്യങ്ങൾ നമ്മൾ പഠിച്ചു കഴിയുമ്പോൾ പിന്നെ വഴക്കുണ്ടാകുന്ന എവിടെയാണെന്നറിയോ? കുഞ്ഞു കുഞ്ഞു കാര്യങ്ങൾ പറഞ്ഞാണ് വഴക്കുണ്ടാകുന്നത്. നമുക്ക് ഈ കാര്യത്തിന്റെ കൂടെ ചേരുന്നല്ലാതെ കട്ട് ചെയ്തേ. ഓക്കെ, നമുക്ക് ആ വാക്യങ്ങളൊന്ന്, പ്രധാനപ്പെട്ട ചില വാക്യങ്ങൾ നമുക്കൊന്ന് വായിക്കാം. ടൈമിന്റെ അപര്യാപ്ത കാരണം തന്നെയുമല്ലാതെ നമുക്കെല്ലാം മനസ്സിലാകാവുന്ന വളരെ ലളിതമായ ഒരു ഉപദേഷ്ടാവിന്റെ ഇന്റർപ്രിട്ടേഷൻ ഇല്ലാതെ തന്നെ മനസ്സിലാക്കാവുന്ന കാര്യങ്ങളാണ് ഇനിയുള്ള ഈ 14-ാം അധ്യായത്തിലുള്ള പ്രധാനപ്പെട്ട കാര്യങ്ങൾ. 15-ാം അധ്യായത്തിൽ കുറച്ചുകൂടെ തിയോളജിക്കലാണ്, 15-16 അധ്യായങ്ങൾ. പക്ഷെ 14th അധ്യായം കുറച്ചുകൂടി ലളിതമായി നമുക്ക് മനസ്സിലാക്കാവുന്നത്. നമുക്ക് ജസ്റ്റ് ലെറ്റ്സ് ഗോ ത്രൂ ദീസ് വേഴ്സസ്. ചിലവൻ എല്ലാം കഴിക്കാമെന്ന് വിചാരിക്കുന്നു, വേറെ ചിലരെ വെജിറ്റബിൾ മാത്രം കഴിക്കുന്നു. അപ്പോൾ തിന്നുന്നവൻ തിന്നാത്തവനെ ദുഷിക്കരുത്. തിന്നുന്നവൻ തിന്നാത്തവനെ ദുഷിക്കരുത്. അപ്പൊ തിന്നുന്നുവെങ്കിലും തിന്നാതിരിക്കുന്നുവെങ്കിലും അതെല്ലാം ദൈവത്തിന് വേണ്ടിയാണ്. ദൈവം അത് നോക്കിക്കോളും. ദൈവത്തിന്റെ യജമാനനെ വിധിക്കാൻ നീ ആരാ? ദൈവത്തിന്റെ ദാസനെ വിധിക്കാൻ നീ ആരാ? നീ ദൈവത്തിന്റെയും വലിയ യജമാനാണ്. അതല്ലോ, നീ ഒരു ദാസനല്ലേ? അപ്പൊ നീ വേറൊരാളുടെ ദാസനെ വിധിക്കണ്ട. കാരണം what God has entrusted with you, you do it.
ബ്രദറെ, അതായത് മീശ വെച്ച ഒരു പാസ്റ്റർ വരുന്നത് ശരിയല്ല ബ്രദർ. ശരിയാണോ മീശ വെച്ചൊരു പാസ്റ്റർ വരുന്നത്? എനിക്കറിയത്തില്ല കേട്ടോ. ഞാൻ ആന്ധ്രയിൽ നിന്ന് മിഷണറി വേലയുടെ ഇടയിൽ ഞാൻ കേരളത്തിൽ വരുമ്പോൾ എനിക്ക് മീശ ഉണ്ടായിരുന്നു. അപ്പൊ ആൾക്കാരെല്ലാം എന്നോട് ഒരു വല്ലാത്തവർ നോക്കാൻ തുടങ്ങി. അപ്പൊ ഒരു ദിവസം എടുത്ത് മീറ്റിംഗ് കഴിഞ്ഞപ്പോ ഒരാൾ എന്നോട് പറഞ്ഞു, പാസ്റ്ററെ, മണവാട്ടിക്ക് മീശയില്ല കേട്ടോ. ഒന്ന് ആലോചിച്ച് നോക്കണം. എന്തെങ്കിലും ഗുണമുള്ള കാര്യത്തിന് വേണ്ടിയുള്ളതാണ്. ഉടനെ എനിക്കിപ്പോ മീശ വെക്കണം നിർബന്ധം എന്നുള്ളതാണൊന്നുമില്ല. എന്നിപ്പോ എന്നെ കാണുമ്പോൾ മനസ്സിലാവുന്നില്ല, ഇതൊന്നും വലിയ കാര്യമൊന്നുമില്ല. മീശ വെച്ചാ എന്താ, വെച്ചില്ല എന്താ, കണ്ണാടി നോക്കാതിരുന്ന പ്രശ്നം തീർന്നല്ലോ. തന്നെയുമല്ല, യാക്കോ പറയുന്നത് ഈ കണ്ണാടി നോക്കിയാലും മുഖം മറന്നു പോകുന്ന സ്വഭാവം നമുക്കുള്ളതാണ്. അപ്പൊ പിന്നെ മീശ വെച്ചാലും ഉണ്ടോന്ന് നമുക്ക് വലിയ കാര്യമൊന്നുമില്ല. അപ്പൊ ഞാൻ അദ്ദേഹത്തോട് ചോദിച്ചു, മണവാട്ടിക്ക് മീശയില്ല എന്നുള്ള കാര്യം ഞാൻ സമ്മതിച്ചു, പക്ഷെ മണവാട്ടിക്ക് സാരി വേണമല്ലോ. പുള്ളിക്ക് അതില്ല. എനിക്ക് മീശയില്ല, മീശയുണ്ട്, പുള്ളിക്ക് സാരി ഇല്ല. രണ്ടും മണവാട്ടിയായില്ല. എന്ത് ചെയ്യും? അതുപോലെ വെള്ള വസ്ത്രത്തിനായിട്ടുള്ള യുദ്ധം. വെള്ള വസ്ത്രം ധരിക്കാതിരുന്ന ഓക്കെ, ഞാൻ നിങ്ങളുടെ അടുത്ത് സംസാരിക്കുമ്പോൾ ഒരു ദിവസം ഞാൻ വെള്ള ഷർട്ട് ഇല്ലാതെ ഇരുന്നു. നിങ്ങൾ ശ്രദ്ധിച്ചു കാണുമായിരിക്കും മിക്കവാറും. കാരണം അതിനൊരു കാരണം ഉണ്ടായിരുന്നു. അതൊരു തമാശയാണ് ശരിക്കും പറഞ്ഞത്. എനിക്ക് അന്നത്തെ സമയം മാറിപ്പോയി. എന്റെ മനസ്സിലെ അന്ന് മെസ്സേജ് തുടങ്ങേണ്ട സമയം ആയില്ല. 9 മണിക്കാന്നൊരു ചിന്തയായിരുന്നു എന്റെ മനസ്സിലെന്ന് പറഞ്ഞു. അപ്പൊ 8:20, 25 8:30 മറ്റായപ്പോ മാസ്റ്റർ വിളിച്ചപ്പോൾ അയ്യോ സമയം 8:30 എന്ന് ഓർക്കുന്നത്. പെട്ടെന്ന് ഓൺ ചെയ്തു കഴിഞ്ഞ് പിന്നെ മാറാൻ പറ്റത്തില്ലോ. അതങ്ങനെ ആയിപ്പോയത്. പിന്നെ ഞാൻ ഓർത്ത്, എന്റെ ദൈവം IPC ചർച്ചാണ്, എന്ത് വിചാരിക്കാം, എന്തെങ്കിലും ആയിക്കോട്ടെ, കുഴപ്പമില്ല എന്ന് പറഞ്ഞ് രണ്ടും കൽപ്പിച്ചങ്ങ് ഇരുന്നു. നിങ്ങൾ ശ്രദ്ധിച്ചോ ഇല്ലയോ എന്ന് അറിയത്തില്ല. ഞാൻ പറഞ്ഞു, എന്തെല്ലാം ശ്രദ്ധിച്ചാലാണ് ഒരു മനുഷ്യന്. ഓക്കെ, ഒരു 5 മിനിറ്റ് കഴിഞ്ഞ് ഞാൻ ആലോചിക്കുന്നു, മൈ ഗോഡ്, ഐ ഡിഡ് നോട്ട് ചേഞ്ച് മൈ ഡ്രസ്. അതും എനിക്കൊരു അനുഭവമാണ്. ഒരു ദിവസം ചാലക്കുടിയിൽ ഒരു പാസ്റ്റേഴ്സിന്റെ മീറ്റിംഗ് സംബന്ധിക്കുക. അപ്പൊ എന്റെ ഷർട്ട് വെള്ളയല്ല. അപ്പൊ വെള്ളയില്ലാത്തതിന്റെ കാരണം അത് മനഃപൂർവ്വം ചെയ്തതാ കേട്ടോ. മനഃപൂർവ്വം ചെയ്യാൻ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ, എനിക്ക് അന്ന് ഈ പാസ്റ്ററിങ് ഈ പ്രസംഗം പണി തുടങ്ങുന്നേ ഉള്ളൂ, 2013-14. അപ്പൊ എന്നെ അധികം പേർക്കൊന്നും അറിയില്ല. അപ്പൊ കുറച്ച് പാസ്റ്റേഴ്സ് കൂടി വരുന്ന ഒരു യോഗമാണ് ചാലക്കുടിയിൽ. അപ്പൊ ഞാനിങ്ങനെ മീറ്റിങ്ങിന് പോയി. ഒരു ദിവസം കഴിഞ്ഞ്, 2 ദിവസം കഴിഞ്ഞ്, 3-ാം ദിവസം ഉച്ചയായപ്പോൾ ഒരു മനുഷ്യൻ എന്റെ അടുത്ത് വന്നിട്ട് പറഞ്ഞു, നിങ്ങളുടെ പ്രസംഗം കേൾക്കാൻ ഇനി ഞാൻ മേലാൽ വരത്തില്ല. ഞാൻ ചോദിച്ചു, എന്താ കാര്യം? പുള്ളി പറഞ്ഞു, നിങ്ങൾ വെള്ള ധരിച്ചിട്ടില്ല. സത്യം പറഞ്ഞാൽ വെള്ള ധരിക്കാതിരുന്ന എന്തുകൊണ്ടാണെന്നറിയാം? രഹസ്യം ആരോടും പറയരുത്. ഈ നമ്മുടെ ഒത്തിരി സഹോദരിമാര്, നമ്മുടെ വിശ്വാസികളായ സഹോദരന്മാരുടെ ഒത്തിരി സഹോദരിമാര് ഈ ഇംഗ്ലണ്ടിലും അമേരിക്കയിലും ഒക്കെ നഴ്സുമാരായിട്ടുണ്ട്. ഞാൻ പതുക്കെയല്ലേ പറയുന്നത്, നഴ്സുമാരായിട്ടുണ്ട്. അപ്പൊ അവരവിടെ നാട്ടിൽ നിന്ന് അവധിക്ക് വരുമ്പോ അവരുടെ ആങ്ങളമാർക്ക് ഷർട്ടൊക്കെ കൊണ്ടുവരും. പക്ഷെ സായിപ്പന്മാരുടെ വലിയ ശരീരത്തിലുള്ള ഷർട്ടുകൾ ഇവിടുത്തെ പാവം ഇന്ത്യക്കാരായ സഹോദരന്മാർക്ക് ഫിറ്റ് ആവത്തില്ല. അപ്പൊ അവർ ചേസ് പാസ്റ്ററെ ഓർക്കും. അങ്ങനെ ഓർക്കുമ്പോ കിട്ടുന്ന അനേകം ഷർട്ടുകളാണ് ഞാൻ മാറി മാറി ഇട്ടോണ്ടിരുന്നത്. ഇത് വെള്ളയാണോ കറുപ്പാണോ ബ്ലൂ ആണോ എന്നൊന്നും സത്യം പറഞ്ഞാൽ കണ്ണാടി നോക്കുന്ന ഒരു സ്വഭാവമുള്ള ആളെ അല്ല ഞാൻ. കണ്ണാടിയൊക്കെ വഴിയിൽ എവിടെയെങ്കിലും ഒക്കെ ഉണ്ടെങ്കിൽ കണ്ടുപോകുന്ന, അല്ലാതെ ഐ ഡോണ്ട് കെയർ. നിങ്ങൾക്ക് എന്നെ കാണുമ്പോൾ തന്നെ ചിലപ്പോൾ മനസ്സിലാവുന്നില്ല, തലമുറയെ കാണും. സോ അത്രയും നോക്കാൻ എന്നെ കൊണ്ട് പറ്റത്തില്ല. ദാറ്റ്സ് മൈ നേച്ചർ. അപ്പൊ ഞാൻ പുള്ളിയോട് പറഞ്ഞു, ഈ വെള്ള ധരിക്കണോ നിങ്ങൾ ഇത്രയും പറയാൻ കാരണം എന്താ? എനിക്കൊന്ന് അറിയാൻ വേണ്ടിയായിരുന്നു കേട്ടോ. ഞാനിപ്പോ കേരളത്തിലെ പ്രസംഗം തുടങ്ങുന്നേ ഉള്ളൂ. പുള്ളി പറഞ്ഞു, ജയിക്കുന്നവൻ വെള്ള ധരിക്കുമെന്ന് ബൈബിളിലുണ്ട് എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു, എനിക്ക് അതിനകത്തൊരു ചെറിയ വിഷമമുണ്ടല്ലോ പാസ്റ്റർ. പുള്ളി പറഞ്ഞു, എന്താ? നിങ്ങൾ ജയിച്ചില്ലല്ലോ എന്ന്. മുഴുവൻ ജയിച്ചിരുന്നെങ്കിൽ നിങ്ങൾ വെള്ള പാൻറ് ഇടുമായിരുന്നു, പക്ഷെ നിങ്ങൾ കറുത്ത പാൻറാണ് ഇട്ടിരിക്കുന്നത്. അതിനർത്ഥം നിങ്ങളുടെ ജയം പൂർത്തിയായിട്ടില്ലെന്നാണ്. അത് മാത്രമല്ല, വേറൊരു കുഴപ്പം കൂടെ ഉണ്ട്. ജയിക്കുന്നവൻ കിരീടം വെക്കുമെന്നും ബൈബിളിലുണ്ട്, പക്ഷെ നിങ്ങൾ ആ കിരീടം വെച്ചിട്ടില്ല. അപ്പൊ അതുകൊണ്ട് നിങ്ങൾ ജയിച്ചവനാണെങ്കിൽ ശരിക്കും മുഴുവൻ വെള്ളയാക്കി
കിരീടവും വെച്ച് വരേണ്ടതാണ്. അപ്പൊ പുള്ളി എന്നോട് പറഞ്ഞു, നിങ്ങളെ പോലെ ബൈബിൾ വ്യാഖ്യാനിച്ച് ബൈബിൾ കോളേജിലൊക്കെ പോയി ഇങ്ങനെ പറയുന്ന ആളുകൾ അനേകം പേര് ഇപ്പൊ ഇറങ്ങിയിട്ടുണ്ട്. പക്ഷെ നിങ്ങൾക്കറിയാവോ, ഞങ്ങൾ ഇതിനൊക്കെ വേണ്ടി വളരെ വില കൊടുത്ത് ഇറങ്ങിയാണ്. പ്രോഫിറ്റബിൾ ഓർ പെർമിസിബിൾ? ഏത് ഫീൽഡിലാ വിശുദ്ധി ഉള്ളത്? റോമാലേഖനം 13 വരെയുള്ള അധ്യായത്തിലെ അക്ഷരം പോലും അദ്ദേഹത്തിന് ശ്രദ്ധ ഉണ്ടാവില്ല. പക്ഷെ അതും മനസ്സിലാക്കാത്ത ഒരാളെ സംബന്ധിച്ച് ഇതൊക്കെ ഭയങ്കര ഇഷ്യൂസാണ്. ഞാൻ മനഃപൂർവ്വമായി വെള്ള ധരിക്കാതെ ഒരിടത്തും പോകാറില്ല. എന്റെ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് ഫ്രീഡം ഉണ്ട്, പക്ഷെ എന്റെ ഫ്രീഡം വേറൊരാൾക്ക് ഇടർച്ചയാകാൻ എനിക്ക് താല്പര്യമില്ല. സോ ഐ വെയർ വൈറ്റ് ബിക്കോസ് ഓഫ് ദാറ്റ്. എന്റെ മുമ്പിൽ ഇരിക്കുന്ന ആള് ചിന്തിക്കാണ്, മീശ വെക്കാത്തതിന് അത് തന്നെയാണ് കാരണം. എന്റെ മുമ്പിൽ ഇരിക്കുന്ന ഒരാള് ഞാൻ നിമിത്തം ഇടറണ്ട. എന്തിനാ ഇടറുന്നത്? സോ ഐ ക്യാൻ ബി വൺ അമംഗ് ദം, നോ പ്രോബ്ലം, ഐ എൻജോയ് ദിസ്. എനിക്ക് പ്രത്യേകിച്ച് കളർ വേണമെന്ന് നിർബന്ധമൊന്നുമില്ല, ഫൈൻ. ഞാനത് പറഞ്ഞത് എന്തിനാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, അനേകം ഡിവിഷൻസ് സഭയിൽ ഉണ്ടാകുന്നത് ഇങ്ങനെ ഇൻസിഗ്നിഫിക്കന്റ് ആയിട്ടുള്ള കാര്യങ്ങളെ പറഞ്ഞുകൊണ്ടാണ്. അതുകൊണ്ട് പ്രിയ സഹോദരങ്ങളെ, വെള്ള ധരിച്ചോ, എല്ലാവരും ധരിച്ചോ, എന്ത് രസമല്ല എല്ലാവരും വെള്ള ധരിച്ചോ. എന്തായാലും നമ്മളൊരു ദിവസം വെള്ള ധരിച്ചോ അവിടെ നിൽക്കും. എന്നാ പിന്നെ ഇപ്പോഴേ വെള്ള ധരിച്ചോ, ഒരു കുഴപ്പമില്ല. പക്ഷെ വെള്ള ധരിക്കാത്തവനെ നിങ്ങൾ ദയവായിട്ട് ആക്രമിക്കാൻ പോരുത്. കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇതൊക്കെ ദൈവമാണ് തീരുമാനിക്കുന്നത്. അവനെല്ലാം ദൈവത്തിന്റെ സെർവൻസ് ആണ്. നിസാരമായ കാര്യങ്ങളെ ചൊല്ലി നമ്മൾ മനുഷ്യരെ വിധിക്കരുത്. ഇതാണ് പൗലോസ് 14-ാം അധ്യായത്തിൽ മുഴുവൻ സംസാരിക്കുന്ന ഒരു വിഷയം. ബലഹീന സഹോദരന്മാരെ നിങ്ങൾ താങ്ങിക്കൊള്ളണം എന്നുള്ളതാണ് ഇവിടുത്തെ വാക്യം. അവരെ വിധിക്കരുത്. ഡിസേൺ ബട്ട് ഡോണ്ട് ജഡ്ജ്. എന്താണ് ഡിസൈൻമെന്റ് ജഡ്ജ്മെന്റ് തമ്മിലുള്ള വ്യത്യാസം? ഇതൊരു സ്പിരിച്വൽ ലെസൺ ആണ്. നമ്മൾ വളരെ കൃത്യമായിട്ട് മനസ്സിലാക്കേണ്ട സ്പിരിച്വൽ ലെസൺ. നെവർ ജഡ്ജ് എ പേഴ്സൺ. ഒരിക്കലും ഒരു മനുഷ്യനെ നിങ്ങൾ ന്യായം വിധിക്കരുത്. അത് ശരിയല്ല, അവൻ രക്ഷിക്കപ്പെട്ടതാണോ, അവൻ അങ്ങനെയല്ല ഇങ്ങനെ, അവൻ ചോദിക്കരുത്. പക്ഷെ ഒറ്റ കാര്യമുള്ളൂ, വിവേചിക്കണം. വിച്ച് സ്പിരിറ്റ്, ഏത് ആത്മാവിന്. പത്താം വാക്യം ചോദിക്കുകയാണ്, നിങ്ങൾ എങ്ങനെയാണ് നിങ്ങളുടെ സഹോദരന്റെ നേരെ ജഡ്ജ്മെന്റ് പാസ് ചെയ്യുന്നത്? ഹൗ ഈസ് ഇറ്റ് പോസിബിൾ ടു ജഡ്ജ് എ പേഴ്സൺ ആൻഡ് ത്രോ ഹിം ഔട്ട്? ദാറ്റ്സ് നോട്ട് പോസിബിൾ. ജഡ്ജ് ചെയ്യരുത്, ഡിസൈൻ ചെയ്യണം. സ്റ്റേജിൽ നിന്ന് ഒരാൾ സംസാരിക്കുമ്പോൾ നമ്മുടെ ഉള്ളിൽ ആത്മാവ് വിവേചിക്കണം. എന്ത് വിവേചിക്കണം? ഈ പ്രസംഗം മുഴുവൻ കേട്ടാൽ ഞാൻ യേശുവിനോട് കുറച്ചും കൂടെ അടുത്ത് ചെല്ലുവോ, അതോ ഈ ലോകത്തെ കുറച്ചുകൂടെ സ്നേഹിക്കുവോ? ഈ ലോകത്തെ കുറച്ചുകൂടെ സ്നേഹിക്കുമെന്നാണ് ഉള്ളിൽ വരുന്ന ഉത്തരവെങ്കിൽ അത് ലോകത്തിന്റെ സ്പിരിറ്റാണ്. വെട്ടിക്കളഞ്ഞാരെ, നോ പ്രോബ്ലം. ഇത് ഇന്നൊരു വലിയ ബിസിനസ്സാണ്. ലോകത്തിന്റെ മോഹങ്ങളുടെ കച്ചവടം, മോഹ കച്ചവടം. ഓക്കെ, അപ്പൊ വി നീഡ് ടു ഡിസൈൻ ഹു ഈസ് സ്പീക്കിംഗ്, വാട്ട് ഈസ് ബീങ് സ്പോക്കൺ ഇൻ ദ ചർച്ച്. അത് നമ്മൾ ഡിസൈൻ ചെയ്തേ പറ്റുള്ളൂ. പക്ഷെ അതേസമയത്ത് ഒരു സഹോദരനെ നിങ്ങൾ വിധിക്കരുത്. അവൻ ഇന്ന് തെറ്റ് ചെയ്യുന്നതായിട്ട് നിങ്ങൾ കണ്ടാൽ നാളെ നിങ്ങളെക്കാൾ സ്പീഡിൽ മാനസാന്തരപ്പെടാൻ അവന് കഴിയുമായിരിക്കാം. കറക്റ്റ് ഹിം, ഡിസൈൻ ഹിം, ബട്ട് ഡോണ്ട് ജഡ്ജ്. കാരണം ദൈവമാണ് വിധി പ്രസ്താവിക്കേണ്ടത്. ഓൾ ജഡ്ജ്മെന്റ്സ് ബിലോങ് ടു ദ ലോർഡ്. അവൻ നമുക്ക് തരുന്നതിൽ നിന്നല്ലാതെ നമുക്ക് യാതൊരുവിധ കൃപയും ഇല്ല. അതുകൊണ്ട് വി ഷാൽ നെവർ ജഡ്ജ് അവർ ബ്രദർ. അപ്പൊ ഇതിനകത്ത് എന്തുകൊണ്ട് വിധിക്കരുതെന്ന് പറയാൻ ഒരു കാരണം പറഞ്ഞിരിക്കുന്നത്, നമ്മൾ മരിച്ചാൽ അത് ക്രിസ്തുവിന് വേണ്ടിയാണ്, ജീവിച്ചിരുന്നാലും അത് ക്രിസ്തുവിന് വേണ്ടിയാണ്. മരിക്കായാലും ജീവിക്കായാലും ദൈവത്തിന് മഹത്വം വരണമെന്ന് മാത്രമേ ഉള്ളൂ. അതുകൊണ്ടാണ് കർത്താവ് മരിച്ച് വീണ്ടും ജനിച്ചത്. ഇവരെല്ലാം മാനസാന്തരപ്പെടുത്താൻ വേണ്ടിയാണ്. അവന് കർത്താവ് നമുക്ക് വേണ്ടി മരിച്ച് പുനരുത്ഥാനം ചെയ്യാൻ മാത്രം ഈ സഹോദരനെ സ്നേഹിച്ചുവെങ്കിൽ നിങ്ങൾ അവനെ വിധിക്കുന്ന എങ്ങനെ? ഡോണ്ട് ജഡ്ജ് യുവർ ബ്രദർ. പിന്നെ 13-ാം വാക്യം മുതൽ പറയുന്നത്, വേറൊരു സഹോദരൻ വീണു പോകാൻ നിങ്ങൾ അനുവദിക്കരുത്. നിങ്ങൾ നിമിത്തം അനുവദിക്കരുത്. ഓക്കെ, എനിക്ക് പലപ്പോഴും ആ ഒരു വേദന ഉണ്ടായിട്ടുണ്ട്. നമ്മൾ പറയുന്ന ഒരു വാക്ക് ഒരു പക്ഷേ നിസ്സാരമായ ഒരു വാക്കായിരിക്കാം. വിശ്വാസത്തോട് വരണ്ട ഒരാളെ അകറ്റിക്കളയാം, ഇടർച്ച ഉണ്ടാക്കാം. എത്രയോ ആളുകൾക്ക് നമ്മുടെ ജീവിതം വഴി ഇടർച്ച ഉണ്ടാക്കിയിരിക്കുന്നു. എത്രയോ സഹോദരങ്ങൾ നമ്മൾ നിമിത്തം തെറ്റിപ്പോയി. ഞാൻ ഒരു ചെറിയ കഥ പറയാം. ഈ മറ്റുള്ളവരെ സ്റ്റംബിൾ ചെയ്യിപ്പിക്കാൻ എനിക്ക് പറ്റിയ ഒരു മിസ്റ്റേക്ക് ഞാൻ പറഞ്ഞു. ഞാൻ കോളേജിൽ പഠിക്കുന്ന കാലത്ത് ഞങ്ങൾ കോളേജിൽ നിന്ന് ഒരു ടൂർ പോയി, ഒരു ട്രിപ്പ് പോയി. ഞങ്ങള് കൂട്ടുകാരെല്ലാം കൂടെ, ഫ്രണ്ട്സ് എല്ലാം കൂടെ, ഫൈനൽ ഇയറിൽ ടീച്ചേഴ്സ് ഒക്കെ ആയിട്ട് ഒരു കോളേജ് ടൂർ.
കൊടൈക്കനാല്, ഊട്ടി എല്ലാം കറങ്ങി ഞങ്ങൾ ഊട്ടി, കൊടൈക്കനാൽ എല്ലാം കറങ്ങി ഞങ്ങൾ അവസാനം മധുരയിലെത്തി. മധുര ഒരു വലിയ ടെമ്പിൾ ഉണ്ട്, മീനാക്ഷി ടെമ്പിൾ. അപ്പൊ ഞങ്ങളുടെ ഈ ഗ്രൂപ്പിൽ ഒത്തിരി ഹിന്ദു കുട്ടികളുണ്ട്. അപ്പൊ അവർക്ക് ടെമ്പിളിനകത്ത് പോകും. അപ്പൊ ഞാൻ വിചാരിച്ചത് പണ്ട് തൊട്ടേ കേട്ടിട്ടുള്ള ഒരു ടെമ്പിൾ. അപ്പൊ ഞാൻ വിശ്വാസത്തോട്ട് വരുന്നതേ ഉള്ളൂ, ബാപ്റ്റിസം എടുത്തിട്ടില്ല. വിശ്വാസത്തോട്ട് വന്ന സമയമാണ്. ബിലീവർ, ബോൺ അഗെയിൻ ബട്ട് നോട്ട് ബാപ്റ്റൈസ്ഡ്. പെന്തക്കോസിൽ പോകുന്നില്ല. ഞാൻ ആ സമയത്ത് CSI ചർച്ചിലാണ് പോകുന്നത്. ഓർത്തഡോക്സുകാരനായിരുന്നു ഞാൻ. അവിടുന്ന് ഓർത്തഡോക്സ് ചർച്ച് തെറ്റാന്ന് മനസ്സിലായി CSI പള്ളിയിൽ വന്നു. കാരണം വിഗ്രഹങ്ങളൊന്നും ഇല്ലാഞ്ഞുകൊണ്ടുള്ള ഒരു ആശ്വാസമായിരുന്നു. ആ അവസ്ഥയിലാണ് ഈ ടൂറിന് പോയിട്ട് ഞാൻ മീനാക്ഷി ടെമ്പിളിൽ അവിടെ ഇറങ്ങുമ്പോൾ ഞാൻ വിചാരിച്ചു ഒന്നത് ടൂറിന്റെ ഒരു ചുമതല എനിക്കുണ്ടായിരുന്നു. അപ്പൊ ഞാൻ ഇവരെങ്ങനെ പോകുന്ന, എങ്ങോട്ടാ പോകുന്നൊക്കെ ഒരു വാച്ചും വേണമല്ലോ, വാച്ചിങ്. അപ്പൊ ഞാൻ ഇതിന്റെ കൂടെ ഇറങ്ങി ഇങ്ങനെ നടന്നു. തിരിച്ചു വരുന്ന വഴിക്ക് എൻ്റെ ഒരു പെന്തക്കോസ്റ്റിൽ ഒരു ബ്രദർ ഉണ്ടായിരുന്നു. അപ്പൊ അദ്ദേഹത്തോട് ഞാൻ പറഞ്ഞു, ഞങ്ങൾക്ക് ഒരു കോമൺ ഫ്രണ്ട് ഉണ്ട്. അദ്ദേഹം ഹിന്ദുവായിട്ട് ജനിച്ച ആളാണ്, പക്ഷെ വിഗ്രഹങ്ങളോട് ഭയങ്കര വൈരാഗ്യമാണ്. വിഗ്രഹാരാധനയോട് ഭയങ്കര എതിരാണ്. അവരുടെ സിസ്റ്റത്തോടും ഭയങ്കര എതിരാണ്. അദ്ദേഹം ബൈബിളൊക്കെ വായിക്കുകയും അങ്ങനെ ഒരു ഫെയ്ത്ത് ആണ് പുള്ളിയുടെ. ഇത് പൂർണ്ണമായിട്ടും ക്രിസ്ത്യാനി എന്ന് പറയാൻ പറ്റില്ല, എന്നാൽ ഹിന്ദുക്കളോട് ഭയങ്കര, ഹിന്ദു വിഗ്രഹ സിസ്റ്റത്തോട് ഭയങ്കര എതിർപ്പുള്ളൂ. അപ്പൊ ഞാൻ അദ്ദേഹം ബസ്സിൽ തന്നെ ഇരുന്നോളൂ, ഇറങ്ങിയില്ല. അപ്പൊ ഞാൻ തിരിച്ചു വരുന്ന വഴിക്ക് പെന്തക്കോസുകാരനായ സഹോദരനോട് പറഞ്ഞു, അവനോട് ചെന്ന് പറയണം, ചേസ് അവിടെ പോയി, ആലോചിച്ച് വെക്കണം, കള്ളം, ചേസ് അവിടെ പോയി അകത്ത് നിന്ന് പൈസ കൊടുത്ത് ലഡു വാങ്ങിച്ചു തിന്നു എന്ന്, അത് പ്രസാദം വാങ്ങിച്ചു തിന്നു എന്ന് ഈ മനുഷ്യനോടൊന്ന് പറയണമെന്ന് പറഞ്ഞു. ഇവൻ ചെന്ന് നേരെ പെന്തക്കോസുകാരൻ നല്ല കൂസലില്ലാതെ എന്ന് പറഞ്ഞു, എടാ നിനക്കറിയാം അതേ ചേസ് അതിനകത്ത് പോയി ലഡു മേടിച്ച് തിന്ന് പൈസ കൊടുക്കുന്നുള്ളൂ. ഇവനിങ്ങ് ചാടി എഴുന്നേറ്റില്ലേ, പാട് എന്നെ ചെയ്തു പറഞ്ഞു. പുള്ളിയോട് പറഞ്ഞു, നീ എന്ത് പണിയാ കാണിച്ചത്? നിങ്ങൾ ഇങ്ങനെ വിഗ്രഹത്തിനെതിരെ നിൽക്കേണ്ട ആൾക്കാര്, നിങ്ങൾ വിഗ്രഹങ്ങളെ സപ്പോർട്ട് ചെയ്യണോ? ഇത് ഇത്ര ആൾക്കാർ അന്ധവിശ്വാസം. അപ്പൊ മറ്റവന് പേടിയായി പോയി. മറ്റവൻ പറഞ്ഞു, ഞാൻ ചുമ്മാ പറഞ്ഞ, ജസ്റ്റ് തമാശ പറഞ്ഞു, ചെയ്തില്ല എന്ന് പറഞ്ഞപ്പോ പുള്ളി പറഞ്ഞ ഒരു വാക്കുണ്ട്, ഒരിക്കലും എനിക്ക് മറക്കാൻ പറ്റില്ല. നിങ്ങൾ തിന്നില്ലായിരിക്കാം, പക്ഷെ നിങ്ങൾ ഇവിടെ ഇറങ്ങിയത് തെറ്റ്. നിങ്ങൾ ഇവിടെ ഇറങ്ങി ഇത് കാണാൻ വരുന്നുള്ളത് കൊണ്ട് ഒരു പ്രോത്സാഹനമാണ് നിങ്ങൾ ഈ ആളുകൾക്ക് കൊടുത്തത്. തെറ്റ് ചെയ്യാൻ അവരെ പ്രോത്സാഹിപ്പിക്കുക ചെയ്തത്. അവിടെ ഇറങ്ങിയവരെ തിരുത്തുകയല്ല നിങ്ങൾ ചെയ്തത്, അവിടെ ഇറങ്ങിയവരെ സപ്പോർട്ട് ചെയ്ത് അവരുടെ കൂടെ നടക്കുക ചെയ്തത്. അതുകൊണ്ട് നിങ്ങൾ സത്യസന്ധനല്ല, പുള്ളിയോട് പറഞ്ഞ. അപ്പോൾ ഞാൻ മനസ്സിലാക്കിയ ഒരു പാഠം, എത്രമാത്രം നമ്മൾ നമ്മുടെ ജീവിതത്തെ ശ്രദ്ധിക്കണം. ജസ്റ്റ് ഒരു തമാശ പറഞ്ഞിട്ട് പോലും അത് ഭയങ്കര കോൺസിക്വൻസ് ആയിട്ട് മാറി. പിന്നെ അത് ഞങ്ങൾ തമ്മിൽ ഇന്റലക്ച്വൽ ഓണസ്റ്റി എന്ന് പറഞ്ഞൊരു സാധനമുണ്ട്. വി നീഡ് ടു ബി ഓണസ്റ്റ് ടു ഗോഡ് ആൻഡ് ഓണസ്റ്റ് ഓൾസോ. നമ്മൾ വേറൊരാൾ നമ്മൾ നിമിത്തം ഇടറിപ്പോകാൻ. എന്റെ ജീവിതത്തിൽ അങ്ങനെ പല സ്ലിപ്പിങ്സ് ഉണ്ടായിട്ടുണ്ട്. അതുകൊണ്ട് അതിന്റെ വേദന എനിക്കറിയാം. ഐ നോ ദ പെയിൻ ഓഫ് കോസിങ് എ ബ്രദർ ടു സ്റ്റംബിൾ. അറിവില്ലായ്മയുടെ കാലത്ത് പലപ്പോഴും അശ്രദ്ധ കാരണം അങ്ങനെയൊക്കെ ന്യായീകരിക്കുന്നതായിരിക്കും. ബട്ട് ദാറ്റ് ഹാസ് ഹാപ്പൻഡ് മെനി ടൈംസ്. ഒരു സഹോദരങ്ങളെ, അത് ദൈവത്തിനെതിരെയുള്ള ഒരു പാപമാണ്. വി നീഡ് ടു റിപ്പന്റ് ഇഫ് ദാറ്റ്സ് ഹാപ്പനിങ്. നമ്മുടെ വീട്ടിൽ നിന്ന് വരുന്ന ശബ്ദങ്ങൾ മറ്റുള്ളവർക്ക് ഇടർച്ച വരുത്തിയിട്ടുണ്ടോ? നമ്മുടെ ജീവിതത്തിൽ, നമ്മുടെ ജീവിത രീതികൾ, നമ്മുടെ പെരുമാറ്റങ്ങൾ, നമ്മുടെ ഇടപെടലുകൾ, ഇടപാടുകൾ, ശബ്ദങ്ങൾ, സംസാരങ്ങൾ, has it caused any brother to stumble? Has it caused anyone to turn away from the Lord? We need to examine ourselves. ഇതാണ് 14. നമ്മൾ പത്യോപദേശങ്ങൾ എന്തുമാത്രം ആഴമായിട്ട് പഠിക്കുന്നു, അത്രയും ഗൗരവത്തോടെ നമ്മൾ നമ്മുടെ ജീവിതത്തെ ഗാർഡ് ചെയ്യുവാൻ നമ്മൾ നിർബന്ധിതരാണ്. We need to guard our lives against such slip-ups. Okay? അപ്പോൾ 14 വാക്യം പറയാണ്, ദൈവം പ്രവർത്തിക്കുന്ന ഒരു പ്രവൃത്തിയെ നിങ്ങളുടെ ആഹാര രീതികളോ സംസ്കാര രീതികളോ കൊണ്ട് നശിപ്പിക്കരുത്. വാക്യം 20. Do not for the sake of food destroy the work of God. ദൈവം എത്ര കഷ്ടപ്പെട്ടാണ് അവന്റെ രക്തം കൊടുത്ത് ഒരു മനുഷ്യനെ വീണ്ടെടുത്ത് സഭയോട് ചേർത്ത് പണിയുമ്പോൾ നിങ്ങൾ നിങ്ങളുടെ ആഹാര രീതി, സംസ്കാര രീതി, അത് ഇതെന്ന് പറഞ്ഞ് ആ പണിയെ നിങ്ങൾ തകർക്കരുത്. ഡോണ്ട് ബ്രേക്ക് ദ വർക്ക് ഓഫ് ദ ലോർഡ്. ഓക്കെ? അപ്പൊ 19 വാക്യം പറയുന്നത് അതൊരു വളരെ പ്രധാനപ്പെട്ട 19-20 വാക്യങ്ങൾ gives the spiritual foundation to this lesson. So then let us pursue what makes for peace and for mutual upbuilding. അപ്പൊ സത്യം പറഞ്ഞുകൊണ്ട് തന്നെ, കോംപ്രമൈസ് ചെയ്യാതെ തന്നെ,
ഒരു മനുഷ്യനെ സ്നേഹത്തിൽ എങ്ങനെ ബിൽഡ് ചെയ്യാം. So we need to go that extra length in order that a brother does not stumble because of what you are doing. So do not, for the sake of food, destroy the work of God. ദൈവത്തിന്റെ പ്രവൃത്തി നിങ്ങൾ നശിപ്പിക്കരുതെന്ന് മാത്രമല്ല, എന്ത് ചെയ്താലും അത് നന്മയ്ക്കായി ചെയ്യണം എന്ന് പറയുന്നു. 21 വാക്യം നോക്കിയേ. It is good not to eat meat or drink wine or do anything that causes your brother to stumble. എന്ത് ചെയ്യരുത്? മാംസം തിന്നരുത്. അല്ലേ? എന്താ എഴുതിയേക്കുന്നത്? മാംസം തിന്നരുത്, വീഞ്ഞു കുടിക്കരുത്, സഹോദരന് ഇടർച്ച വരുത്തുന്ന യാതൊന്നും ചെയ്യരുത്. വീഞ്ഞിനെ മാംസത്തിന് ഒരേപോലെ വെച്ചിരിക്കുന്നത്. എന്താ കാര്യം എന്നറിയോ? ആർക്കെങ്കിലും പറയാമോ? പറയണ്ട, മ്യൂട്ടാണ്. എവിടെയും മാംസം കഴിക്കുന്നു വീഞ്ഞു കുടിക്കുന്നു ഒരുപോലെയാണ് ബൈബിൾ കാണുന്നത്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ നമ്മൾ മലയാളികളെ പോലെ എല്ലാ ഞായറാഴ്ചയും ചൊവ്വാഴ്ചയും ബുധനാഴ്ച ഇറച്ചി തിന്നുന്ന സ്വഭാവം അവർക്ക് ഉണ്ടായിരുന്നില്ല. എല്ലാ നേരവും ഫ്രിഡ്ജിലെ ഇറച്ചി വെച്ച് കഴിക്കുന്ന പരിപാടിയും ഇല്ലായിരുന്നു. അവരെന്തെങ്കിലും ആഘോഷത്തിനാണ് ഈ പണി ചെയ്തോണ്ട്. കല്യാണം, നിങ്ങൾ ഓർക്കുന്നുണ്ടോ? മുടിയനായ പുത്രൻ തിരിച്ചു വരുമ്പോ ആ പാവൻ ചേട്ടൻ നിന്നോണ്ട് പറയുന്നത്, ഇത്രയും നാൾ ഞാനൊരു അടിമപ്പണി ചെയ്തിട്ട് ഒരാടിനെ പോലും നീ അറുത്തിട്ടില്ല എന്ന് പറഞ്ഞതിന് അർത്ഥം ഫുൾ വെജിറ്റേറിയൻ ആയിരുന്നു. മീൻ തിന്നായിരുന്നായിരിക്കും കേട്ടോ, മീനും മുട്ടയും ഒക്കെ കഴിക്കുമായിരുന്നായിരിക്കും. ഈ ഇറച്ചി തിന്നാറില്ല, വലിയ കാര്യമൊന്നുമല്ല. അപ്പം ഈ ആഘോഷങ്ങൾ, ഇറച്ചി തിന്നരുതെന്ന് ഞാൻ പറഞ്ഞു വരുമോ? നിങ്ങൾ തെറ്റായിട്ട് ധരിക്കരുത് കേട്ടോ, ഒരു കാരണവശാലും. അങ്ങനെയല്ല ഞാൻ പറഞ്ഞു വരുന്നത്. ഒരു ഫുഡ് ഹാബിറ്റും നിങ്ങൾ പഠിപ്പിക്കേണ്ട കാര്യമില്ല. എന്നാൽ വേറൊരുത്തിന് ഇടർച്ച വരുത്തുമെങ്കിൽ തിന്നാതിരിക്കുന്നത് തന്നെയാണ് നല്ലത്. വീഞ്ഞ് കുടിക്കാതിരിക്കുക. പക്ഷെ വീഞ്ഞിന്റെ കാര്യത്തിൽ ഒരു കാര്യം എക്സ്പ്ലെയിൻ ചെയ്യാനുണ്ട്. ഇത്രയും പറഞ്ഞ സ്ഥിതിക്ക് നിങ്ങൾ വിചാരിക്കുക അപ്പൊ ഇറച്ചിയും വീഞ്ഞും ഒരുപോലെയാണോ? ഞാൻ ആ പശ്ചാത്തലം പറഞ്ഞു, അതുകൊണ്ടാണ്, അന്നത്തെ പശ്ചാത്തലത്തിലാണ് അങ്ങനെ പറഞ്ഞത്. പക്ഷെ വീഞ്ഞ് എന്തുകൊണ്ട് പുതിയ നിയമ വിശ്വാസി കുടിക്കരുത് എന്നുള്ളതിന് വ്യക്തമായ കാരണം ബൈബിളിലുണ്ട്. അത് ഞാൻ പറയാം. പഴയ നിയമത്തിൽ വീഞ്ഞ് കുടിക്കാനുള്ള പെർമിഷൻസ് പല സ്ഥലത്ത് നമ്മൾ കാണുന്നുണ്ട്, അത് സാങ്ഷൻ ചെയ്തതായിട്ട് നമ്മൾ കാണുന്നുണ്ട്. എന്നാൽ പുതിയ നിയമത്തിൽ യേശുക്രിസ്തു കാനാവിലെ കല്യാണത്തിന് നല്ല ലഹരിയുള്ള വീഞ്ഞ് ഉണ്ടാക്കി കൊടുത്തതും നമ്മൾ കാണുന്നുണ്ട്. നിഷേധിച്ചിട്ട് കാര്യമൊന്നുമില്ല. കാരണം യേശുക്രിസ്തു കൊടുത്ത വീഞ്ഞ് കുടിച്ചിട്ട് വിരുന്നുവാഴി രുചിച്ചു നോക്കിയപ്പോൾ ഇത് വീര്യം കൂടിയത് രണ്ടാമത്തേന് വെച്ചല്ലോ നല്ല വീഞ്ഞെന്ന് പറയുകയും ചെയ്തു. അപ്പൊ കൂടിയ ഡോസുള്ള വീഞ്ഞാണ് കർത്താവ് ഉണ്ടാക്കി കൊടുത്തത്. പക്ഷെ എന്താ പ്രശ്നം എന്നറിയോ? ആത്മാവ് വന്നതിന് ശേഷം, പരിശുദ്ധാത്മാവ് നമ്മളിൽ അധിവസിക്കുന്ന മന്ദിരമായതിന് ശേഷം അപ്പോസ്തലന്മാർ വളരെ വ്യക്തമായിട്ടൊരു കാര്യം പറഞ്ഞു: വീഞ്ഞ് കുടിക്കുന്നവൻ ദൈവരാജ്യം അവകാശമാക്കിയില്ല. അതിന്റെ കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ഇപ്പോൾ നടത്തപ്പെടുന്നത് ലഹരിയാലല്ല, ലോകത്തിന്റെ ചിന്തകളല്ല, ആത്മാവിന്റെ ശബ്ദത്താലാണ്. ആത്മാവിന്റെ ശബ്ദത്താൽ നടത്തപ്പെടണമെന്ന് നിങ്ങൾക്ക് ആഗ്രഹമുണ്ടെങ്കിൽ ഉറപ്പാണ് നമ്മൾ സുബോധമുള്ളവരായിരിക്കണം. ഈ സുബോധം എന്ന് പറയുന്ന സാധനം നഷ്ടപ്പെട്ടു എന്ന് നമുക്ക് മനസ്സിലാകുമ്പോഴല്ല അത് യഥാർത്ഥത്തിൽ നഷ്ടപ്പെടുന്നത്. അതിനൊക്കെ മുമ്പേ അത് നഷ്ടപ്പെട്ട് തുടങ്ങുന്ന ഒരു സാധനമാണ്. ഒരു ലിമിറ്റ് കഴിയുമ്പോഴായിരിക്കും മനുഷ്യന് മനസ്സിലാകുന്നത് കുറഞ്ഞു തുടങ്ങിയെന്ന്. പക്ഷേ ദൈവത്തിന്റെ ആത്മാവിന്റെ ശബ്ദം കേട്ട് ജീവിക്കേണ്ട ഒരു മനുഷ്യൻ അവന്റെ ജീവിതത്തിൽ ഒരിക്കൽ പോലും ഏതെങ്കിലും ഒരു ലഹരി, അത് വീഞ്ഞ് മാത്രമല്ല, യാതൊരു ലഹരി, പണം ഉണ്ടാക്കുന്ന ലഹരിയാന്ന് പറയുന്നവരുണ്ട്, മറ്റുള്ളവരുടെ ബഹുമാനം ഉയർത്തൽ കാണുമ്പോൾ ലഹരിയായിട്ട് തോന്നുന്നവരുണ്ട്, ജീവിതത്തിൽ പല ലഹരികൾ അനുഗമിക്കുന്നവരുണ്ട്. പക്ഷെ പ്രിയ സഹോദരങ്ങളെ, ആത്മാവിലുള്ള ജീവിതം നിങ്ങൾക്ക് വേണമെങ്കിൽ ഈ ലഹരി ഉള്ളവരുടെ ഹൃദയത്തിൽ അത് നടക്കില്ല. സ്പിരിറ്റ് നെവർ ഇന്ററാക്ട്സ് ഓർ കമ്മ്യൂണിക്കേറ്റ്സ് ദ ലൈഫ് ഓഫ് ക്രൈസ്റ്റ് ടു എ പേഴ്സൺ ഹു ഈസ് നോട്ട് സോബർ. അതുകൊണ്ട് അന്ത്യകാലത്തെ ഏറ്റവും വലിയ കൽപ്പന എന്ന് പറയുന്നത് മെയിൻറ്റെയിൻ യുവർ സോബ്രൈറ്റി എന്നുള്ളതാണ്. ബി സോബർ മൈൻഡ്. ഡോണ്ട് ഗിവ് യുവർ സെൽഫ് ടു വൈൻ ഓർ ലിക്കർ. ഡോണ്ട് ലൂസ് യുവർ സോബ്രൈറ്റി. അത് നഷ്ടപ്പെട്ടാൽ ആത്മാവിന്റെ ഒരു ശബ്ദവും നമ്മൾ കേൾക്കില്ല. വി വിൽ അഗെയിൻ ബി കാർണൽ ആൻഡ് നാച്ചുറൽ, സോളിഷ്. അതുകൊണ്ട് ദാറ്റ്സ് ആൻ എക്സ്പ്ലിസിറ്റ് കമാൻഡ്മെന്റ് ഇൻ ദ ന്യൂ ടെസ്റ്റമെന്റ്. മദ്യപാനി ദൈവരാജ്യം അവകാശമാക്കുന്നില്ല. ബിക്കോസ് ദൈവരാജ്യം വരുന്ന ആത്മാവിന്റെ പ്രവൃത്തികളിലൂടെയാണ്. And he will lose that entrance into the kingdom of God. കാരണം അവൻ ദൈവത്തിന്റെ മന്ദിരത്തെ അശുദ്ധമാക്കുകയും സ്പോയിൽ ചെയ്യുകയും സുബോധത്തെ നഷ്ടപ്പെടുത്തുകയുമാണ് ചെയ്യുന്നത്. അതുകൊണ്ടാണ് പുതിയ നിയമത്തിൽ ഇതൊരു സ്ട്രിക്ട് റൂൾ ആയിട്ട് വരുന്നത്. ദാറ്റ്സ് വൈ ഗിവൺ ടു വൈൻ എന്ന് പറയുന്നത് ഒരു സീരിയസ് സിക്നസ് ആയിട്ട്, സിൻ ആയിട്ട് വരാൻ ഉള്ള കാരണം, അഗെയിൻ ദാറ്റ് ബിക്കംസ് എ സിൻ അഗെയിൻസ്റ്റ് ദ ബോഡി, ലൈക്ക് അഡൾട്ടറി. കാരണം ബോഡിയെ നശിപ്പിച്ചിട്ട് പാപം പ്രസിപ്പിറ്റേറ്റ് ചെയ്യിപ്പിക്കുന്ന ഒരു പരിപാടിയാണ് മദ്യപാനം.
ഇന്ന് പെന്തക്കോസ്തുകാരുടെ ഇടയിൽ മദ്യപാനം പലയിടത്തും രഹസ്യമായിട്ട് നടക്കുന്നുള്ള കാര്യമൊക്കെ നമ്മൾ കേൾക്കാറുണ്ട്. ദാറ്റ് ആക്ച്വലി സ്കെയർസ് മീ. അങ്ങനെ ആരെങ്കിലും എവിടെയെങ്കിലും എന്തെങ്കിലും കുരുക്കിലുണ്ടെങ്കിൽ പ്രിയ സഹോദരങ്ങളെ, യു ആർ ഫൈറ്റിംഗ് എ ബാറ്റിൽ ദാറ്റ് യു ആർ ഗോയിങ് ടു ലൂസ്. കർത്താവിന്റെ അടുത്തേക്ക് കടന്നു വന്ന് അനുദപിക്കുവാൻ ദൈവം നമ്മെ സഹായിക്കട്ടെ. ഇതൊക്കെ ഒരു പെന്തക്കോസ്ത് സഭകളിൽ ഒരിക്കലും നമ്മൾ പറയേണ്ട കാര്യമല്ല. പിന്നെ ഇത് എന്തിനു വന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിനൊക്കെ വന്നു. ഓക്കെ, സോ ഒരാൾക്ക് ഇടർച്ച വരുത്തുന്നത് യാതൊന്നും ചെയ്യാതിരിക്കാം. കഴിച്ചില്ലെന്നേ ഉള്ളൂ. പക്ഷെ വേറെ don't cause any brother to stumble because of food habits or lack of it. Okay, നമുക്ക് ഇത് അവസാനിപ്പിക്കാം. 14-ാം അധ്യായം പറയുന്നു, അവസാനത്തെ വാക്യങ്ങൾ 22-ാം വാക്യം, the faith that you have keep between yourself and God. Blessed is the one who has no reason to pass judgment on himself for what he approves. ദൈവം അനുവദിക്കുന്ന ഒരു കാര്യത്തിന് മേലും ഒരു ജഡ്ജ്മെന്റ് പാസ് ചെയ്യുവാൻ ഒരു കാരണവുമില്ലാത്ത ഒരു മനുഷ്യൻ ഭാഗ്യവാൻ. ദൈവം നിങ്ങളെ കുറ്റം വിധിക്കാത്ത ഒരവസ്ഥയാണെങ്കിൽ നിങ്ങൾക്കത് ഭാഗ്യം. എന്നാൽ ദൈവം കുറ്റം വിധിക്കുമെന്ന് അറിഞ്ഞിരുന്നോട്ട് സംശയിച്ച് ചെയ്യുന്ന ഒരുത്തനെ സംബന്ധിച്ച് അത് അവന് ശിക്ഷാവിധിയായി തീരും. ബിക്കോസ് അത് വിശ്വാസത്തിൽ നിന്ന് വന്നതല്ല. ഇവർ പറയുന്ന വിശ്വാസത്തിൽ നിന്ന് വരാത്തതെല്ലാം പാപമാണ്. അതായത് ഇതാണ് ഞാൻ ആദ്യം നിങ്ങൾക്ക് ഷെയറിംഗ് ദ സ്ക്രീനിൽ കാണിച്ചത്. പ്രോഫിറ്റബിൾ ഓർ പെർമിസിബിൾ. പ്രോഫിറ്റബിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ആത്മാവിൽ നിന്ന് വിശ്വാസത്താലും വരുന്നതാണ്. എന്നാൽ ഏതൊരു പ്രവൃത്തിയാണോ വിശ്വാസത്തിൽ നിന്ന് വരാത്തത് അതൊന്നും നമുക്ക് പ്രോഫിറ്റബിൾ അല്ല. പെർമിറ്റഡ് ആയിരിക്കാം, പക്ഷെ അത് സഹോദരനെ കരുതി നമ്മളത് ചെയ്യരുത്. ഈവൻ ഇഫ് ഇറ്റ്സ് പെർമിറ്റഡ്, യു ഷാൽ നോട്ട് ഡു ഇറ്റ് ബിക്കോസ് യു ഷാൽ നോട്ട് കോസ് യുവർ ബ്രദർ ടു സ്റ്റംബിൾ. നമുക്ക് പ്രാർത്ഥിക്കാം. ഞങ്ങളുടെ സ്വർഗസ്ഥ പിതാവേ, അങ്ങയുടെ വിശുദ്ധീകരണത്തിലേക്ക് ഞങ്ങളെ നടത്തി ഞങ്ങളുടെ മുകളിൽ വെച്ചിരിക്കുന്ന അധികാരികളോട് ബഹുമാനത്തോടെ അനുസരണത്തോടെ കീഴടങ്ങിയിരിക്കുവാൻ കർത്താവ് ഞങ്ങളെ സഹായിക്കണമേ. അത് അങ്ങയോടുള്ള ഒരു ആരാധനയായി മാറുവാൻ, കഷ്ടം സഹിക്കുവാൻ ദൈവമേ ഞങ്ങൾക്ക് അവിടുന്ന് കൃപ തരണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, അങ്ങ് ഞങ്ങളെ സഹോദരങ്ങളുടെ ഇടയിൽ കർത്താവെ അങ്ങയുടെ സഭയിൽ ആക്കി വെച്ചിരിക്കും. ദൈവമേ, അങ്ങയുടെ സാക്ഷികളായിട്ട് ദൈവരാജ്യത്തിന്റെ നീതിയെ പ്രസിദ്ധമാക്കുന്നവരാക്കി ഞങ്ങളെ അവിടുന്ന് മാറ്റുന്നു. കർത്താവ്, ഞങ്ങൾ നിസാര കാര്യങ്ങൾ വിധി പ്രസ്താവിക്കുന്നവരായി മാറാതിരിക്കുവാൻ തക്കവണ്ണം ഞങ്ങൾ വിവേചിക്കുന്നവരെങ്കിലും വിധിക്കാത്തവരായി സംശയ വിചാരങ്ങളുടെ പുറകെ നടക്കുന്നവരാകാതെ അവിടെ ഞങ്ങൾക്ക് എന്ന പത്യോപദേശത്തെ മുറുകെ പിടിച്ച് കർത്താവെ അങ്ങയുടെ വിശദീകരണം പ്രാപിക്കുവാൻ ഞങ്ങളെ സഹായിക്കണം. അങ്ങയുടെ സ്തോത്രം. കർത്താവ് യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ തന്നെ.